ഹലോ ഓൾ. അപ്പോൾ ബി എ എസിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് കെമിസ്ട്രീൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര സന്തോഷം. മോഡൽ എക്സാം കെമിസ്ട്രി ഭയങ്കര ടഫായിരുന്നു കേട്ടു. ക്രിസ്മസ് എക്സാം ഓൾറെഡി ടഫായിരുന്നു. പിന്നെ ബി എ എസിൻ്റെ റിവ്യൂ എടുത്തപ്പോഴും ഏറ്റവും കൂടുതൽ ടഫ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവിടെയും നമ്മൾ സ്കോർ ചെയ്തിരിക്കുന്ന ഗൈസ് കെമിസ്ട്രി തന്നെയാണ് ടഫ്. അപ്പോൾ ആക്ച്വലി നമ്മൾ നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ഇട്ട് തന്നെയാണ്. കാരണം ക്രിസ്മസ് എക്സാം ടഫായപ്പോൾ തന്നെ നമുക്ക് ഉറപ്പായിരുന്നു മോഡലും ടഫ് ആവുന്നുള്ളത്. അപ്പോൾ വെറുതെ ഈസി ക്വസ്റ്റ്യൻസ് ഇട്ട് നിങ്ങളെ പറ്റിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ നന്നായി ചിന്തിക്കട്ടെ എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ടഫ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനും നവാസറും കഷ്ടപ്പെട്ട് കുറേ ആലോചിച്ച് തല്ലുകൂടി ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസാണ്. നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒലിയം ഈസ് കെമിക്കലി എന്താണെന്ന് ചോദിച്ചാൽ ഇനി ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് അവിടെ ആകെ അറിയുന്ന പരിചയമുള്ള രണ്ടാൾക്കാർ സിയും ഡിയും ആണ്. സി ആരാ? H2SO4 അല്ലേ? ആരാ H2SO4? നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ആണ്. കിങ് ഓഫ് കെമിക്കൽസ് എന്ന് അറിയപ്പെടും അല്ലേ? അല്ലെങ്കിൽ രാസവസ്തുക്കളുടെ രാജാവ്. കാരണം ഒരുപാട് കെമിക്കൽസ് രാസവസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നുള്ളതുകൊണ്ടാണ് നമ്മളതിനെ കിങ് ഓഫ് കെമിക്കൽസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് നമ്മുടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? H2SO7 അതാണ് ആര്? ഒലിയം. ഈ ഒലിയം എങ്ങനെ ഉണ്ടാവുക എന്നുള്ളതും കൂടെ ഓർമ്മിക്കണം. നമ്മുടെ കോണ്ടാക്ട് പ്രോസസ്, സമ്പർക്ക പ്രക്രിയ അഥവാ സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണം, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ അല്ലേ? അവിടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മുടെ SO3 നമ്മൾ മുൻപ് എപ്പോഴെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് ഡിസോൾവ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ H2SO7 അഥവാ നമ്മുടെ എന്ത് കിട്ടും? ഒലിയം കിട്ടും. എന്ത് കിട്ടും? ഒലിയം. ഇത് ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. ഇനി രണ്ടാമത്തത്, വിച്ച് പെയർ വിൽ പ്രൊഡ്യൂസ് പൈനാപ്പിൾ സ്മെൽ? അപ്പോൾ എസ്റ്ററിൻ്റെ ഭാഗത്തു നിന്നാണ് വരുന്നത്. നമുക്ക് ആദ്യം എസ്റ്റർ എങ്ങനെ ഉണ്ടാവുക എന്നൊരു ഗ്ലാൻസിൽ പറയാം. എസ്റ്റർ എങ്ങനെ ഉണ്ടാവുക? കാർബോക്സിലിക് ആസിഡ് നമ്മുടെ COH ഫംഗ്ഷൻ ഗ്രൂപ്പും ഇവിടെ എഴുതാം. COH ഫംഗ്ഷൻ ഗ്രൂപ്പും അതേപോലെ തന്നെ ആൽക്കഹോളും അല്ലേ? OHും ചേരുമ്പോഴാണ് നമ്മുടെ എസ്റ്ററിൻ്റെ ഫംഗ്ഷൻ ഗ്രൂപ്പ് കിട്ടുക. ഇവിടുന്ന് എന്ത് പോകും? ആൽക്കഹോളിന് എച്ചും പോകും, COHന്ന് OHും പോകും. അതെന്തായിട്ട് പോകും? വാട്ടറായിട്ട് പോകും. അപ്പോൾ നമ്മൾ പഠിച്ചു എസ്റ്ററിഫിക്കേഷൻ്റെ ബൈ പ്രൊഡക്റ്റ്. ഉപോൽപ്പന്നം ആരാണ്? വെള്ളം. അതിൻ്റെ ബാക്കിലുണ്ട് വെള്ളം കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പുതിയ സാധനം ആരാ? ഇവിടുത്തെ COയും ഇവിടുത്തെ Oയും ചേർന്നിട്ട് എന്തുണ്ടാവും? COO. ഇതാണ് എസ്റ്ററിൻ്റെ ഫംഗ്ഷൻ ഗ്രൂപ്പ് അല്ലെ? ഇനി എസ്റ്ററിന് എങ്ങനെ പേര് കൊടുക്കാം? ആൽക്കഹോളിൽ നിന്ന് ആൽക്കയിലും വരും, ആസിഡിൽ നിന്ന് എന്തും വരും? ആൽക്കനോയേറ്റ്. അപ്പോൾ ആൽക്കനോയേറ്റ് എന്നാണ് നമ്മൾ എസ്റ്ററിന് പേര് കൊടുക്കുക അല്ലേ? അപ്പോൾ ആൽക്കനോയേറ്റ് ആണ് എസ്റ്റർ. ഇനി ഇവിടെ നോക്കിക്കോ, ഓരോ എസ്റ്ററുകൾ നോക്കിക്കോ. എഥനോയിക് ആസിഡും ബെൻസൈൽ ആൽക്കഹോളും. ഇതിലേതാണ് പൈനാപ്പിൾ സ്മെല്ല് തരാമെന്നാണ് ചോദിച്ചത്. അപ്പോൾ അവിടെ 4 കാര്യങ്ങളാണ് പഠിച്ചത്. ബനാനൻ്റെ സ്മെല്ല് ആര് തരും? മുല്ലപ്പൂ. ജാസ്മിൻ ആര് തരും? അതേപോലെ തന്നെ പൈനാപ്പിൾ, ഓറഞ്ച്. ഓക്കെ. അപ്പോൾ ഇതിൽ എ ഓപ്ഷൻ എന്ന് പറയുന്നത് എഥനോയിക് ആസിഡും ബെൻസൈൽ ആൽക്കഹോൾ. അപ്പോൾ അവിടുന്ന് കിട്ടുന്ന എസ്റ്ററിന് നമ്മൾ എങ്ങനെ പേര് കൊടുക്കുക പറ? ഇതിന് എന്താ വരിക? ബെൻസൈൽ. ഇവിടുന്ന് എന്താ വരിക? എഥനോയേറ്റ്. അപ്പോൾ എന്താ പേര് വരിക? ബെൻസൈൽ എഥനോയേറ്റ്. ആൽക്കനോയേറ്റ്. ആൽക്കൈൽ എവിടുന്ന് വരും? ആൽക്കഹോളിൽ നിന്ന് വരും. ആൽക്കനോയേറ്റ് എവിടുന്ന് വരും? ആസിഡിൽ നിന്ന് വരും. അപ്പോൾ ആൽക്കനോയേറ്റ് അഥവാ ബെൻസൈൽ എഥനോയേറ്റ്. ക്ലിയർ? ഈ ബെൻസൈൽ എഥനോയേറ്റ് എന്തിൻ്റെ സ്മെല്ലാണ്? അത് ജാസ്മിൻ, മുല്ലപ്പൂവിൻ്റെ സ്മെല്ലാണ്. ഓക്കെ. അപ്പോൾ ഇത് എന്തിൻ്റെ സ്മെല്ലാണ്? മുല്ലപ്പൂവിൻ്റെ സ്മെല്ലാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് എന്തിൻ്റെ സ്മെല്ലാണ് പറ? മുല്ലപ്പൂവിൻ്റെ സ്മെല്ലാണ്. ഓക്കെ ആണോ? രണ്ടാമത്തെ ആരാ? ബ്യൂട്ടനോയിക് ആസിഡ് പ്ലസ് ഈതൈൽ ആൽക്കഹോൾ. അപ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന എസ്റ്ററിൻ്റെ പേര് പറയെല്ലാവരും? ഈതൈൽ ബ്യൂട്ടനോയിറ്റ്. ഇതാണ് നമ്മുടെ എന്തിൻ്റെ സ്മെല്ല് തരുന്ന ആൾ? പൈനാപ്പിളിൻ്റെ. ഞാൻ പൈനാപ്പിൾ ഇവിടെ വരക്കുക. ഇതാണ് എൻ്റെ പൈനാപ്പിളിൻ്റെ സ്മെല്ല് തരുന്ന ആൾ. ഓക്കെ. അടുത്ത ഓപ്ഷൻ സി നോക്ക്. എഥനോയിക് ആസിഡും ഒക്ടൈൽ ആൽക്കഹോൾ. അപ്പോൾ അതിൻ്റെ പേരെന്താ വരിക? ഒക്ടൈൽ എഥനോയേറ്റ്. എന്താ വരിക? ഒക്ടൈൽ എഥനോയേറ്റ്. ഒക്ടൈൽ എഥനോയേറ്റിന് എന്തിൻ്റെ ഷേപ്പാണ്? എന്തിൻ്റെ സ്മെല്ലാണ്? ഓറഞ്ചിൻ്റെ സ്മെല്ലാണ്. ഇതാണ് നമ്മുടെ ഓറഞ്ച്. കാക്കിരി നാട്ടിൽ സൂര്യനില്ല, രാജ മനസ്സിൽ ദുഃഖം. അതിൽ ഓറഞ്ച് ഇല്ല, ആ ഓറഞ്ചാണ് ഇത്. അടുത്ത ബ്യൂട്ടനോയിക് ആസിഡും ഐസോ അമൈൽ ആൽക്കഹോളും. അപ്പോൾ ഈ ബ്യൂട്ടനോയിക് ആസിഡിന് പകരം എഥനോയിക് ആസിഡ് വരുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ പേര് വരിക? ഐസോ അമൈൽ എഥനോയേറ്റ്. അതിന് എന്തിൻ്റെ സ്മെല്ലാണ്? ഷേപ്പ് അല്ല കേട്ടോ. സ്മെല്ല് എന്താ? നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെ എന്താണ്? സ്മെല്ലാണ്. ഓക്കെ. എഥനോയിക് ആസിഡ് ആണെങ്കിൽ, പക്ഷേ ഇവിടെ ബ്യൂട്ടനോയിക് ആസിഡ് ആണ്. അപ്പോൾ ആ ഓപ്ഷനേ തെറ്റാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ഫാൾസ് എന്നാണ് ചോദിച്ചത്. എന്താ ഈ നോട്ട് ഫാൾസ്? തെറ്റല്ലാത്തത്. അപ്പോൾ ശരി ഏതാണെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്ക് തോന്നി തിരിച്ചിങ്ങനെ ഇടാം. ഞങ്ങളെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് എന്തും ചോദിക്കാമല്ലോ. അപ്പോൾ അതേപോലെ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിന് ആൾക്ക് എന്തും ചോദിക്കാം. ബുക്കിൽ ഉണ്ടായാൽ മതി. അത് ഇങ്ങനെ എന്തിനാണ് ഇട്ടതെന്ന് തിരിച്ചു ചോദിക്കാൻ പാടില്ല. നമ്മൾ അതിനനുസരിച്ച് ചിന്തിക്കണം. അപ്പോൾ എന്താ പറഞ്ഞത്? ഏതാണ് തെറ്റല്ലാത്തത്? പി ബ്ലോക്കിനെ വെച്ച് നോക്കുമ്പോൾ തെറ്റല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. വിച്ച് മീൻസ് ശരിയായത് ഏതാണ്? അപ്പോൾ ഒന്നാമത്തെ ഏതാ? ഇതിൽ മെറ്റൽസും നോൺ മെറ്റൽസും മെറ്റലോയിഡ്സും ഉണ്ട്. ശരിയല്ലേ? ലോഹങ്ങളും അലോഹങ്ങളും ഉപലോഹങ്ങളും എവിടെ ഉണ്ട്? പി ബ്ലോക്കിലുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസ് എന്താണ്? ശരിയാണ്. രണ്ടാമത്തെ, ദേ ജനറലി ഫോം കോവാലൻ കോമ്പൗണ്ട്സ്. ഇവർ സാധാരണ എന്താ ഉണ്ടാക്കുക? കോവാലൻ കോമ്പൗണ്ട്സ് അഥവാ സഹസംയോജക ബന്ധനം ഉണ്ടാക്കുക. അതും ശരിയാണ്. കാരണം ഇത് നമ്മൾ പഠിക്കുന്നുണ്ട് എന്ത്?
അയോണിക് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാക്കുന്നത് ആരാണ്? എസ് ബ്ലോക്കാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്തുണ്ടാക്കുന്നു? അയോണിക സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു, അഥവാ അയോണിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നു നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ എസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എവിടെ? പിയിൽ. അങ്ങനെയാണ് പി എന്താ ഉണ്ടാക്കുക? കോവാലൻ കോമ്പൗണ്ട്സ് അഥവാ സഹസംയോജക ബന്ധനം. അപ്പോൾ 1ഉം 2ഉം ശരിയാണ്. ഇനി മൂന്നാമത്തെ നോക്കിയേ, ദേ ആർ ഓൾ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇവർ വൈദ്യുതിയെ നന്നായി കടത്തിവിടോ? ഇല്ല. വൈദ്യുതിയെ നന്നായി കടത്തിവിടും അല്ലെങ്കിൽ നല്ല കണ്ടക്ടർ, നല്ല ചാലകാരാണ്, മെറ്റൽസ്, ലോഹങ്ങളാണ്. ഇവരിൽ എല്ലാവരും ലോഹങ്ങളല്ല, ലോഹങ്ങൾ മാത്രമേ കടത്തിവിടുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായി കടത്തിവിടുന്നു പറഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നാലാമത്തെ, ദേ ഷോ ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കും. ശരിയാണോ? അല്ല. വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന ബ്ലോക്ക് ഏത് ബ്ലോക്കാണ്? ഡി ബ്ലോക്കാണ്. അപ്പോൾ നാലാമത്തെ സെൻറ്റൻസും തെറ്റാണ്. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സാണ് ശരി? 1ഉം 2ഉം ശരി. തെറ്റല്ലാത്ത ഏതാ ചോദിക്കുമ്പോൾ ശരിയായതല്ലേ? അപ്പോൾ ഫാൾസ് അല്ലാത്തത് ഏതാ? കറക്റ്റ് ആയതാ. അപ്പോൾ കറക്റ്റ് ആയത് ഏതാ? 1ഉം 2ഉം. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഈ ക്വസ്റ്റ്യനിൽ എന്ത് കറക്റ്റ് ഓപ്ഷൻ. ഏതാണ്? ഓപ്ഷൻ എ. ഓക്കെ ആണല്ലോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. അടുത്ത നമ്മുടെ ഒരു പ്രോബ്ലം ആണ് കേട്ടോ. നമ്മുടെ ഏത് ചാപ്റ്ററിന്ന്? നമ്മുടെ മോൾ കോൺസെപ്റ്റ്, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റിലെ ഗ്യാസ് ലോസ്, വാതക നിയമങ്ങൾ എന്നുള്ള ഭാഗത്തു നിന്നുള്ളൊരു പ്രോബ്ലമാണ്. ആ പ്രോബ്ലം അവിടെ തന്നിട്ട് നോക്കിക്കോ മക്കൾ, ശ്രദ്ധിച്ചോ. എ ഗ്യാസ് ഓക്യുപ്പൈസ് 400 ml അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ്. ഇപ്പം അതിൻ്റെ താപനില എത്ര? 27 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ T1 എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ തന്നെ നമ്മൾ അതിന് എന്തിലോട്ട് മാറ്റണം? കെൽവിനിലോട്ട് മാറ്റണം. അതിൽ കൂടി 273 കൂടെ കൂട്ടി അത് എത്ര വരും? 300 കെൽവിൻ വരും. എത്ര വരും? 300 കെൽവിൻ. ഓക്കെ, എത്രയാണടാ? 300 കെൽവിൻ. ഓക്കെ, ക്ലിയർ? ഇനി അടുത്തത് അവിടുത്തെ V1. ഓക്കെ, V1 നമ്മൾ നോക്കാം. അപ്പോൾ ശ്രദ്ധിച്ചോ, V1 എത്രയാണ്? ഓക്കെ, അപ്പം നമ്മൾ T1 എത്രയാണടാ? T1 27 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 27 ഡിഗ്രി സെൽഷ്യസ് അതിന് നമ്മൾ അപ്പം തന്നെ കെൽവിനിലോട്ട് മാറ്റണം. കാരണം പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ താപനില എന്തിലെടുക്കാൻ പാടില്ല? നമ്മൾ സെൽഷ്യസിൽ എടുക്കാൻ പാടില്ല. അപ്പോൾ അത് എത്രയാണ്? 300 കെൽവിൻ. അപ്പോൾ T1 എത്രയാണ്? 300 ആണെന്ന് കിട്ടി. ഇനി V1 ആ സമയത്ത് വോളിയം വ്യാപ്തി എത്രയെന്ന് പറഞ്ഞിട്ട് 400 ml ആയിരുന്നു. അപ്പോൾ അതിന് 400 ml തന്നെ എടുത്താൽ അതിന് ലിറ്റർക്കൊന്ന് മാറ്റണം കേട്ടോ. കാരണം ഇവിടെയും ml-ലാണ്, ഇവിടെ ml-ലാണ്. അപ്പോൾ രണ്ടും ഒരേ യൂണിറ്റ് ആയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും 1 ലിറ്ററും 1 മില്ലി ലിറ്റർ ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒന്നിലോട്ട് എന്ത് ചെയ്യണം? മാറ്റണം. അപ്പോൾ രണ്ടും സെയിം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മാറ്റേണ്ട ആവശ്യമില്ല. ഇനി V2 തന്നിട്ടുണ്ടല്ലോ എത്ര? 300. അതാണ് തെറ്റ്. V2 300 അല്ല. മക്കൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ. നമ്മൾ കുറേ ട്വിസ്റ്റ് വരുത്തി ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇഫ് ഇറ്റ്സ് വോളിയം ഡിക്രീസ്ഡ് ബൈ 300 ml എന്ന് പറഞ്ഞത്. വോളിയം 300 ml കുറച്ചു എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അതായത് വ്യാപ്തം 300 ml കുറച്ചു, അല്ലാതെ 300 ml ആക്കി എന്നല്ല പറഞ്ഞിരിക്കണേ. അപ്പോൾ അതിനർത്ഥം എന്താ? 400 ഉള്ളത് 300 ml കുറച്ചു മീൻസ് 400 300 ml കുറഞ്ഞു. അപ്പോൾ എത്ര? 100. അതാണ് ഇവിടുത്തെ ട്വിസ്റ്റ്. നല്ലോണം ശ്രദ്ധിച്ചോ. അപ്പോൾ ഇവിടുത്തെ V2 പറ ഇവിടുത്തെ എന്ത്? V2 എത്രയാണ്? V2 300 എടുത്ത എല്ലാവരും ആൻസറും തെറ്റും. ആ 300 എടുക്കുന്ന ആൻസർ മേ ബി ഓപ്ഷനിൽ ഉണ്ടാവും. 300 അല്ല. എത്രയാണ് മക്കളെ? 100 ml ആണ്. V2 300 അല്ല. എത്രയാണ്? 100. 300 ml കുറച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ എത്ര ആയിട്ടുണ്ടാവും? 100. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് എന്താ? അങ്ങനെയാണെങ്കിൽ T2 ഇപ്പോഴത്തെ താപനില എത്രയാണെന്ന് എന്ത് ചെയ്തിരിക്കണേ? ചോദിച്ചിരിക്കണേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടി. ഇനി നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട്. നമ്മളിവിടെ ഏത് ലോ എടുക്കണേ? നമ്മൾ ഏത് നിയമം? ചാൾസ് നിയമത്തിൻ്റെ ഇക്വേഷൻ എന്താ? V1/T1 = എന്താടാ? V2/T2 അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യം പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക? ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഒരു ഇക്വേഷൻ കൂടെ കിട്ടും. എന്താ? V1-ൻ്റെ അടുത്തോട്ട് T2 വരെ. അപ്പോൾ V1/T2 = V2-ൻ്റെ അടുത്തോട്ട് നമ്മുടെ ആര് പോകും? T1 പോകും. ഇനി ഇത് നമുക്ക് വേണ്ട ആളെ മാത്രം കണ്ടെത്താറ് T2-നെ കാണണമെങ്കിൽ V1 അങ്ങോട്ട് പോകില്ലേ? V1 അവിടെ പോകുമ്പോൾ V1 ആവും. കാരണം ഇത് ഇൻറ്റു V1 ആണ് അല്ലേ? അപ്പോൾ അത് അവിടെ പോകുമ്പോൾ എന്താവും? V1. അപ്പോൾ നമുക്ക് T2-ൻ്റെ ഇക്വേഷൻ കിട്ടി. T2 = എന്താ? V2 × T1 ഡിവൈഡഡ് ബൈ V1. ഇനി നമ്മുടെ വാല്യൂസ് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ വാല്യൂസ് എത്രയൊക്കെയാണ്? V2 രണ്ടാമത്തെ നമ്മൾ കണ്ട് 100 ആണ്. 300 അല്ല. അതാണ് എല്ലാവരും തെറ്റുക. 100 ആണ്. ഇൻറ്റു T1 ആദ്യത്തെ താപനില എത്ര? 300 കെൽവിൻ ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ ആദ്യത്തെ വ്യാപ്തം ഫസ്റ്റത്തെ വോളിയം എത്രയാടാ? V1 എത്രയായിരുന്നു? 400. അപ്പോൾ 0 0 0 0 വെട്ടിപ്പോയി. അപ്പോൾ 100 × 3 എത്രയാണ്? 300 അല്ലേ? അപ്പോൾ എത്ര വരിക? 300/4. 300/4 ചെയ്താൽ നമുക്ക് എത്ര ആൻസർ കിട്ടും? 75 കെൽവിൻ. ഞാൻ ഇത് ഡിവൈഡ് ചെയ്ത് കാണിക്കാത്ത എനിക്ക് അറിയാനിട്ടല്ലോ, വെറുതെ ടൈം കളയണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. സോ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ സ്റ്റാർ ഇട്ട് വെച്ചോ. ഇത് കുറേ പേര് തെറ്റിയിട്ടുണ്ടാവും. ഇത് കറക്റ്റായ ആൾക്കാർ എൻ്റെ ഈ വീഡിയോ നമ്മുടെ കെമിസ്ട്രിൻ്റെ ഭാഗം ഡിസ്കസ് ചെയ്യുന്നത് കാണുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട? താഴെ നിങ്ങളത് ശരിയായിരുന്നോ കമൻറ്റ് ചെയ്യുക. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. തെറ്റിപ്പോയ ആൾക്കാർ അതിപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെച്ചോ. എക്സാമിൽ നമ്മൾ ഇങ്ങനത്തെ ട്വിസ്റ്റുകളൊക്കെ പ്രതീക്ഷിക്കണം. കാരണം കെമിസ്ട്രിയാണ് ഇപ്രാവശ്യം എല്ലാവരും പിടിച്ച് തൂങ്ങിയിരിക്കണം കേട്ടോ. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് Cl2 മോളിക്യൂൾസ്. എന്താണ്? Cl2 മോളിക്യൂൾസിൻ്റെ എന്ത് കാണണം? എണ്ണം കാണണം. Cl2 മോളിക്യൂൾസിൻ്റെ എന്ത് കാണണം? എണ്ണം കാണണം. അതായത്
ക്ലോറിൻ തന്മാത്രകളുടെ എണ്ണമാണ് എന്ത് ചെയ്തിരിക്കണേ ചോദിച്ചിരിക്കണേ. ഇൻ 710 ഗ്രാം ക്ലോറിൻ ഗ്യാസ്. അവിടെ നമുക്ക് തന്നിട്ടുണ്ട് ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് 35.5 ആണെന്ന് എന്ത് ചെയ്തിട്ടുണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ Cl2ൻ്റെ മാസം എത്രയായിരിക്കും? Clൻ്റെ മാസമാണ് എത്ര 35.5. അങ്ങനെയാണെങ്കിൽ Cl2ൻ്റെ മാസം എത്രയാടാ 35.5 × 2. കാരണം 2 Cl ഇല്ലേ, അപ്പോൾ നമുക്ക് എത്ര കിട്ടുക 71 ഗ്രാം. ക്ലിയർ ആണോ? അപ്പോൾ Clൻ്റെ മാസ് Cl2ൻ്റെ ഒരു Cl2ൻ്റെ മാസ് കിട്ടി, അല്ലെങ്കിൽ ഒരു മോൾ Cl2ൻ്റെ മോളാർ മാസ് കിട്ടി എത്ര 71 ഗ്രാം. നമുക്ക് എന്താ തന്ന മാസം എത്ര 710. എങ്ങനെ നമ്മൾ നമ്പർ ഓഫ് മോൾ കാണാം? മോളുകളുടെ എണ്ണം എങ്ങനെ കാണാം? തന്നിരിക്കുന്ന മാസ് ബൈ ഒരു മോളിൻ്റെ മാസ് അഥവാ മോളാർ മാസ്. അപ്പോൾ പറ തന്നിരിക്കുന്ന മാസം എത്ര 710 ഡിവൈഡഡ് ബൈ ഒരു മോളുടെ മാസം എത്ര 71. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും 10 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? 10 മോൾ എന്ത് Cl2. ഓക്കെ, 10 മോൾ Cl2. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക. ആദ്യത്തെ ഓപ്ഷൻ 10 മോളിക്യൂൾ, അതിൽ തന്നെ കുത്തും. കാരണം 10 മോളാണ് വിചാരിക്കും. 10 മോളാണ്, 10 മോളിക്യൂൾ അല്ല. അപ്പോൾ നമ്മളിതിനെ എങ്ങനെ മോളിക്യൂളിലോട്ട് മാറ്റുക? പറ. ഒരു മോൾ എന്ന് പറഞ്ഞാൽ എത്ര 6.022 × 10⁻23. അപ്പോൾ എൻ്റെ മക്കൾ പറ 10 മോൾ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? പറ 10 × 6.022 × 10⁻23. ഇത്രയും മോളിക്യൂൾസ് അല്ലെങ്കിൽ ഇത്രയും തന്മാത്രകൾ. ക്ലിയർ? അപ്പോൾ ഒന്നാമത്തെ മോൾ അല്ല മോളിക്യൂൾസ്, തന്മാത്രകളാണ്. 10 മോളിക്യൂൾ അല്ല, 10 തന്മാത്രയല്ല, 10 × 6.022 × 10⁻23 തന്മാത്രകളാണ്. ക്ലിയർ ആണ്? അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റല്ലേ? അതല്ല. ഇനി ഇതാണോ? അല്ല. ഇത് 10 × ഇത്രയുണ്ട് അല്ലേ? അല്ലാണ്ട് ഇതെന്താ? ഇത് അവഗാഡ്രോ നമ്പർ. ഒരു മോളല്ല കിട്ടിയത്, 10 മോളാണ് കിട്ടിയത് അല്ലേ? ഇനി നോക്ക് ഈ ഓപ്ഷൻ നോക്കി എൻ്റെ മക്കൾ ശ്രദ്ധിച്ചോ. സി ഓപ്ഷൻ എന്താ 6.022 × 10⁻24 മോളിക്യൂൾ. അതവിടെ നിൽക്കട്ടെ. 20 മോളല്ല എന്ന് ഉറപ്പല്ലേ? കാരണം 10 മോളാണ് നമുക്ക് കിട്ടി. അപ്പോൾ സി ഓപ്ഷൻ മാത്രമേ ഇനി ഉള്ളൂ. സി ഓപ്ഷൻ ശരിയാണോ തെറ്റാണോ? അതാണ് കറക്റ്റ് ഓപ്ഷൻ. അതിലും ഒരു ട്വിസ്റ്റ് ഉണ്ട്, നോക്കിക്കോ. ഈ 10 × 6.022 × 10⁻23 പറഞ്ഞാൽ അവിടെ നോക്കിക്കോ. ഇപ്പോൾ ഈ 6.022 × 10⁻23 × 10. അപ്പോൾ ഈ 10 നമുക്ക് എന്ത് ചെയ്താൽ 10⁻1 എഴുതി കൂടെ. ഇത് മാത്സ് ആണ്. മാത്സിൽ എൻ്റെ മക്കൾ പഠിക്കുന്നുണ്ട്, ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യുന്നതാണ്. A⁻m × A⁻n എന്ന് പറഞ്ഞാൽ എന്താ? A⁻m+n. നല്ലൊരു അടുത്ത ട്വിസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് പറഞ്ഞു നോക്കിക്കോ. A⁻m എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? പറ A⁻m+n ആണ്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ തന്നേ? പറ. ഇവിടെ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? 10 എത്രയാ? പറ. ഇവിടെ ഒരു 10 എന്തുണ്ട്? 23 ഉണ്ട്. അതേപോലെ 10⁻1 ഉണ്ട്. അപ്പോൾ A⁻m × A⁻n. അപ്പോൾ എന്താ വരിക? A⁻m+n. അപ്പോൾ 23 + 1 പറഞ്ഞാൽ എന്താ പറയുക? 6.022 × 10⁻24. ഇത്രയും എന്തുണ്ടാവും? പറ മോളിക്യൂൾസ്, ഇത്രയും തന്മാത്രകൾ ഉണ്ടാവും. വീണ്ടും ഒരു ട്വിസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രോബ്ലം എല്ലാവരും ചെയ്തിട്ടുണ്ടാവും, എല്ലാവർക്കും ഈസി ആയിരിക്കും. പക്ഷേ ഓപ്ഷൻ കറക്റ്റ് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഓപ്ഷൻ സി ആണ്. വീണ്ടും സ്റ്റാർ ഇട്ട് വെച്ചോ, എക്സാമിന് എക്സ്പെക്ട് ചെയ്തോ. കാരണം നമ്മൾ എക്സാം ഇനിയും ടഫാക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ വികൃതികളൊക്കെ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഓരോരുത്തരും പ്രതീക്ഷിക്കണം. അടുത്ത് നോക്കിക്കോ. ഫങ്ഷണൽ ഐസോമേഴ്സ് ഹാവ് ദ സെയിം. ഏത് ഐസോമേഴ്സിനും സെയിം എന്താ ഉണ്ടാവുക? ഒരേ എന്താ ഉണ്ടാവുക? തന്മാത്രാവാക്യം. മക്കൾ നോക്കിക്കോ. ഐസോമർ ആവാനുള്ള കണ്ടീഷൻ എന്താ? ഒരേ തന്മാത്രാവാക്യമുള്ള സംയുക്തങ്ങൾ. അപ്പോൾ എല്ലാ ഐസോമേഴ്സിൻ്റെയും എന്ത് തുല്യമായിരിക്കും? എന്ത് സെയിം ആയിരിക്കും? മോളിക്കുലാർ ഫോർമുല അഥവാ തന്മാത്രാവാക്യം എന്തായിരിക്കും? തുല്യമായിരിക്കും. തന്മാത്രാവാക്യം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി അപ്പോൾ എന്താ ചെയിൻ ഐസോമറിസം? ഒരേ തന്മാത്രവാക്യമുള്ളതും വ്യത്യസ്ത ചെയിൻ സ്ട്രക്ചർ, വ്യത്യസ്ത ചെയിൻ ഘടനയുള്ളതുമാണ് ചെയിൻ ഐസോമേഴ്സ്. എന്താ ഫംഗ്ഷണൽ ഐസോമേഴ്സ്? ഒരേ തന്മാത്രവാക്യവും വ്യത്യസ്ത ഫംഗ്ഷൻ ഗ്രൂപ്പും. ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ തന്നെ എന്താ? ഫംഗ്ഷൻ ഗ്രൂപ്പ്. ഒറ്റ കുത്താണ് ഫംഗ്ഷൻ ഗ്രൂപ്പ്. ഇവിടെ സെയിം ആയത് എന്താണെന്ന് ചോദിച്ചത്. ഫംഗ്ഷണൽ ഐസോമേഴ്സിന് ഫംഗ്ഷൻ ഗ്രൂപ്പ് സെയിം അല്ല മക്കളെ, നല്ലോണം ഓർപ്പിച്ചോ. അവർക്ക് എന്താ സെയിം? അവരുടെ മോളിക്കുലർ ഫോർമുല തന്മാത്രാവാക്യമാണ് എന്തുള്ളത്? സെയിം ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണോ സെയിം? അല്ല, അത് തെറ്റാണ്. അതാണ് വ്യത്യസ്തം. അതുകൊണ്ടാണ് ഇതിന് ഫംഗ്ഷണൽ ഐസോമർ എന്ന് വിളിക്കുന്നത്. ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ല, സ്ട്രക്ചറൽ ഫോർമുല അല്ല, ഇതൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. പിന്നെ ഏതാ? മോളിക്കുലാർ ഫോർമുല. ഇതും നല്ലൊരു ക്വസ്റ്റ്യൻ. കാണുന്ന ഒരാൾക്ക് ഭയങ്കര സിമ്പിൾ, ഇത് എന്ത് പൊട്ട ക്വസ്റ്റ്യൻ വിചാരിക്കും. പക്ഷേ ഒരുപാട് പേര് തെറ്റിച്ചിട്ടുണ്ടാവും, ഉറപ്പിച്ച് കുത്തിയിട്ടുണ്ടാവും. ഇത് ഫംഗ്ഷൻ ഗ്രൂപ്പ് അല്ല, സെയിം മോളിക്കുലാർ ഫോർമുല. തന്മാത്രാവാക്യമാണ് എന്ത്? സെയിം ആയിട്ടുള്ളത്. ഓക്കെ. ഇനി അതിൽ വരുന്നൊരു കാര്യം, പൊസിഷൻ ഐസോമറിസത്തിൽ എന്തൊക്കെ സെയിം ആണെന്ന് ചോദിക്കും. പൊസിഷൻ ഐസോമർ ആണെങ്കിൽ ഒരേ തന്മാത്രാവാക്യമായിരിക്കും, അതേപോലെ തന്നെ ഒരേ ഫംഗ്ഷൻ ഗ്രൂപ്പും സെയിം ആയിരിക്കും. ആ ഫംഗ്ഷൻ ഗ്രൂപ്പിൻ്റെ എന്ത് മാറിക്കൊണ്ടിരിക്കും? സ്ഥാനം, പൊസിഷൻ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ പൊസിഷനിലാണ് വ്യത്യാസം. തന്മാത്രാവാക്യവും മോളിക്കുലാർ ഫോർമുലയും സെയിം ആണ്, ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്താണ്? സെയിം ആണ്. ആ ക്വസ്റ്റ്യൻ വന്നാൽ ഇതിൽ ഇനിയും ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതും എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. വീണ്ടും നല്ലൊരു ക്വസ്റ്റ്യൻ. അടുത്ത നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? വിച്ച് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ഈസ് നോട്ട് പോസിബിൾ? പോസിബിൾ അല്ലാത്ത ക്വാണ്ടം നമ്പർ ഏതാ? ഇത് കണ്ടെത്താൻ ഒരു എളുപ്പ വഴിയാണ് വരണം കേട്ടോ. എന്നിൻ്റെ വാല്യൂവിനേക്കാൾ കുറവായിരിക്കും എന്തിൻ്റെ വാല്യൂ? എല്ലിൻ്റെ വാല്യൂ. നിങ്ങൾ നല്ലോണം ആലോചിച്ചോ. എപ്പോഴും എന്നിൻ്റെ വില കൂടുതലും അതിനേക്കാൾ കുറവായിരിക്കും ആര്? എല്ല്.
ഒരിക്കലും എന്നിൻ്റെ ഈക്വലായിട്ട് ആര് വരില്ല, എല്ല് വരില്ല, അല്ലെങ്കിൽ എന്നിനേക്കാളും കൂടുതൽ ആര് വരില്ല, എല്ല് വരില്ല. എപ്പോഴും എന്ന് കൂടുതലും എല്ല് എന്തുമായിരിക്കും, ചെറുതുമായിരിക്കും. ഇനി എം എങ്ങനെ കാണുക, മൈനസ് എല്ല് മുതൽ ഏത് വരെ ആവാം, പ്ലസ് എല്ല് വരെ ആവാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടി എല്ലിൻ്റെ വാല്യൂ 1 വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഏതൊക്കെ ആവാം, -1 ആവാം, 0 ആവാം, +1 ആവാം. ഇനി എല്ലിൻ്റെ വാല്യൂ 2 ആണെങ്കിലോ പറ, -2 ആവാം, -1 ആവാം, 0 ആവാം, +1 ആവാം, +2. അതാണ് എമ്മിൻ്റെ വാല്യൂ ഏത് മുതൽ ഏത് വരെ ആവാം, -L മുതൽ +L. ഈ 2 പോയിന്റ് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇനി ഒരിക്കലും എന്ത് ചെയ്യൂല, തെറ്റൂല. എന്താ ഓർക്കണ്ടേ, ഒന്ന് എന്നിൻ്റെ വില എപ്പോഴും എന്തിനേക്കാൾ കുറവാണ്, എല്ലിനേക്കാൾ കുറവാണ്. അതേപോലെ തന്നെ എന്നിൻ്റെ വില -L മുതൽ ഏത് വരെ ആയിരിക്കും, +L വരെ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നോക്ക്, ഇവിടെ എൻ എത്ര, 3, എല്ലോ 2. അത് ശരിയാണ്. കാരണം എന്താ, എന്നും വലുതാണ്, എല്ലാം അതിനേക്കാൾ ചെറുതാണ്, എന്നിനേക്കാൾ താഴെ ആയാൽ മതി. ഓക്കെ. ഇനി എല്ലിൻ്റെ വില മൈനസ് ഒരിക്കലും വരില്ല കേട്ടോ. എല്ല് ഏതൊക്കെ വരിക, 0, 1, 2, 3 അല്ലേ. എല്ല് 0 എന്ന് പറഞ്ഞാൽ എത്ര, എസ്. എല്ല് 1 എന്ന് പറഞ്ഞാൽ ആരാ, പി. L2 എന്ന് പറഞ്ഞാൽ ആരാണ്, ഡി. L3 എന്ന് പറഞ്ഞാൽ ആരാ, എഫ്. നമുക്ക് ഇതാ പഠിക്കാനുള്ളത്. അല്ലാതെ എല്ലാം ഒരിക്കലും എന്തും വരില്ല, മൈനസും വരില്ല. അതും എൻ്റെ കുട്ടികളൊന്നും എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. അപ്പോൾ N3, L2 ഇത് ശരിയാ. എമ്മോ L2 ആയതുകൊണ്ട് എം ഏത് മുതൽ ഏത് വരെ ആവും, -2 മുതൽ +2 വരെ ആവും. അതിൻ്റെ അടിയിലല്ലേ -1. അപ്പോൾ അതുകൊണ്ട് അതെന്താണ്, ശരിയാണ്. അപ്പോൾ എ എന്നുള്ളത് എന്താണ്, ശരിയായതാണ്. ചോദിച്ചാൽ നോട്ട് പോസിബിൾ, വരാൻ സാധ്യതയില്ലാത്ത തെറ്റായ ഇത് ഏതാണെന്നുള്ളത് ചോദിച്ചത്. ഇനി ബി നോക്ക്, എൻ എത്ര, 2, എല്ലോ 2. ഇത് ശരിയാവോ, ഒരിക്കലും ശരിയാവില്ല. കാരണം എന്താ, എന്നിൻ്റെ വിലയും എല്ലിൻ്റെ വിലയും എന്താവാൻ പാടില്ല, സെയിം ആവാൻ പാടില്ല. അപ്പോൾ നമ്മൾ അപ്പുറത്ത് നോക്കണ്ട. അപ്പോൾ ഈ ബി ഓപ്ഷൻ എന്താണ്, തെറ്റായിട്ടുള്ളത്, പോസിബിൾ അല്ലാത്തതാണ്. ബാക്കിയുള്ള നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്തോ, നോക്കിക്കോ. ഇതിൽ ഇത് ഒറ്റയടിക്ക് നോക്കുമ്പോൾ തന്നെ ഇത് ശരിയാണെന്ന് മനസ്സിലാക്കാം. കാരണം N 4 L 3 ആവാം, 4നേക്കാൾ കുറവായാൽ മതി. ഇനി ഇതിൻ്റെ വില -3 മുതൽ +3 വരെ, അതിൻ്റെ ഇടയിലാണ് +2. അപ്പോൾ അതും ശരിയാണ്. ഡിയോ N 1, L 0. ശരിയാണ്. N 1 ആണെങ്കിൽ പിന്നെ എല്ലിൽ ആകെ പറ്റിയ ഏതാണ്, 0 അല്ലേ. ഇനിയോ അപ്പോൾ എമ്മിന് പറ്റുന്ന ഏതാണ്, -0 +0 അല്ലല്ലോ. L മുതൽ +L വരെ അറിയുമ്പോൾ -0, 0 +0 അങ്ങനെ ആകെ ഒരു 0 ഉള്ളൂ കണക്കിൽ. അപ്പോൾ L 0 ആണെങ്കിൽ എം എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഇതും ശരിയാണ്. അപ്പോൾ തെറ്റായത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, ഓപ്ഷൻ ഡി ആണ്. ഓക്കെ. ഇനി അടുത്ത നല്ലൊരു ചോദ്യമാണ്, നോക്കിക്കോ. ഡ്യൂറിങ് ദ ഇലക്ട്രോലൈസിസ് ഓഫ് ബ്രൈൻ സൊല്യൂഷൻ, നമ്മുടെ ബ്രൈൻസ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണം. ആരെയാണ് ഈ ബ്രൈൻ ലായനി, NaCl ലായനി. ഉരുകിയ NaCl നമ്മൾ പഠിച്ചിട്ടുണ്ട്, മോൾട്ടൺ NaCl പഠിച്ചിട്ടുണ്ട്, അക്വ സൊല്യൂഷൻ ഓഫ് NaCl പഠിച്ചിട്ടുണ്ട്. മോൾട്ടൺ NaCl ഉരുകിയ NaCl ആണെങ്കിൽ നമുക്കറിയാം ആനോഡിൽ ആരെ കിട്ടുക, ക്ലോറിൻ കിട്ടും. കാഥോഡിൽ ആരെയും കിട്ടും, സോഡിയം കിട്ടും. എപ്പോൾ, ഉരുകിയതാണെങ്കിൽ അല്ലേ. അക്വ സൊല്യൂഷൻ ജലീയ ലായനി ആകുമ്പോൾ നമ്മൾ എന്താ പറയുക, ആനോഡിൽ ആരെ കിട്ടുക, അപ്പോൾ മാറ്റൽ ആനോഡിൽ ആര് തന്നെയാണ്, ക്ലോറിൻ വാതകം അല്ലേ. കാഥോഡിൽ മാറി, കാഥോഡിൽ ആരാടാ, സോഡിയം അല്ല, പകരം ആരാണ്, ഹൈഡ്രജൻ. കാരണം കാഥോഡിൽ നിരോക്സീകരണം റിഡക്ഷൻ നടക്കുക. അപ്പോൾ ആർക്കാണ്, ജലത്തിനാണ്, ആർക്കല്ല, സോഡിയത്തിനല്ല. അപ്പോൾ അവിടെ കിട്ടുക സോഡിയത്തിന് പകരം ആരാണ്, ഹൈഡ്രജൻ. നമ്മൾ ഇത് പഠിച്ചതാണ് ഓൾറെഡി. അതേപോലെ ഒരു സാധനം കൂടി ഉണ്ടല്ലോ, ആ ലായനി, ആ സൊല്യൂഷൻ നമുക്ക് ഒരു സാധനം കൂടെ കിട്ടുവാരാ, Na+ഉം OH- ചേർന്നിട്ട് എന്തും കിട്ടും. മക്കളെ അവിടെ കാണില്ല അല്ലേ. Na+ഉം OH- ചേർന്നിട്ട് എന്ത് കിട്ടും, NaOH. എവിടെ, ലായനിയിൽ. ഈ സാധനം നമ്മൾ മനസ്സിലുണ്ടാവും. എന്നിട്ട് വായിക്കുക. ക്ലോറിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ആനോഡ്. ശരിയല്ലേ. ആനോഡിൽ എന്തെന്നെ കിട്ടുക, ക്ലോറിൻ. ഏത് പ്രവർത്തനം വഴി, ഓക്സീകരണം. ആനോഡിൽ എപ്പോഴും എന്താ നടക്കുക, ഓക്സീകരണം. അത് പഠിക്കാനുള്ളൊരു വഴിയും കൂടെ, ആ ടിപ്പും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പറയട്ടെ. ഇങ്ങനെ ആലോചിച്ച് അത് തെറ്റാതിരിക്കാൻ ആനയോൺ എങ്ങോട്ട് പോവും, ആനോഡിക്ക്. അപ്പോൾ ആനോഡ് ചാർജ് പഠിച്ചാൽ മതി. ആനോഡ് ചാർജ് എന്താ, നെഗറ്റീവാണ്. നെഗറ്റീവ് അയോണുകൾ എപ്പോഴും എങ്ങോട്ടാണ് പോവുക, ആനോഡിക്ക്. അപ്പോൾ ആനോഡിൻ്റെ ചാർജ് എന്തായിരിക്കും, പോസിറ്റീവ്. അതിനെന്താ നടക്കുക, ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണം. ഇത് പഠിച്ചാൽ മറ്റേത് ഈസി ആയിട്ട് ആലോചിക്കുക. അപ്പോൾ കാറ്റയോണിൻ്റെ ചാർജ് എന്തായിരിക്കും, പോസിറ്റീവ്. അതെങ്ങോട്ടാണ് പോവുക, കാഥോഡിക്കാണ് പോവുക. അതിൻ്റെ ചാർജ് എന്താ, നെഗറ്റീവ്. അല്ലാതെ കാറ്റയോൺ ആനോഡിക്ക് പോകുന്നു പഠിക്കരുത് കേട്ടോ. ആനയോൺ എങ്ങോട്ട് പോവും, ആനോഡിക്ക് പോവും. അതിന് ഓക്സീകരണം, ഓക്സിഡേഷൻ നടക്കും. കാറ്റയോൺ എങ്ങോട്ട് പോവും, കാഥോഡിക്ക് പോവും. അതിനെന്ത് നടക്കും, നിരോക്സീകരണം, റിഡക്ഷൻ നടക്കും. ഓക്കെ അല്ലേ. അപ്പോൾ ക്ലോറിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ആനോഡ് ശരിയാണ്. ഏത് വഴിയിൽ നിന്നും കൂടെ പഠിക്കുക, ഓക്സിഡേഷൻ, ഓക്സീകരണം വഴി. അപ്പോൾ ഇത് ശരിയാണ്. തെറ്റായത് ഏതാ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. തെറ്റായത് ഫാൾസ് ഏതാണെന്ന് ചോദിച്ചത്. ഇനി ഹൈഡ്രജൻ ഈസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് കാഥോഡ് ശരിയാണോ, അല്ല. അതും ശരിയാണ്. കാരണം എന്താ, ഇവിടെ ബ്രൈൻ സൊല്യൂഷൻ നമ്മുടെ NaCl ലായനിയല്ലേ, അക്വ സൊല്യൂഷൻ അല്ലേ, ജലീയ ലായനിയല്ലേ. അപ്പോൾ അവിടെ കാഥോഡിൽ കിട്ടുക സോഡിയം അല്ല, ആരാണ്, ഹൈഡ്രജൻ ആണ്. ഇനി മൂന്നാമത്തെ, സോഡിയം മെറ്റൽ ഈസ് ഡിപ്പോസിറ്റഡ് അറ്റ് കാഥോഡ്. ശരിയാ തെറ്റാ, തെറ്റാണ്. സോഡിയം കിട്ടണമെങ്കിൽ അത് ലായനി ആവാൻ പാടില്ല. ഉരുകിയ സോഡിയം ക്ലോറൈഡ് അഥവാ മോൾട്ടൺ NaCl ആകുമ്പോഴാണ് സോഡിയം കിട്ടുക, അല്ലെങ്കിൽ ഹൈഡ്രജൻ കിട്ടുക. നമ്മൾ പഠിച്ചു. അടുത്ത സോഡിയം ഹൈഡ്രോക്സൈഡ് ഈസ് ഫോംഡ് ഇൻ ദ സൊല്യൂഷൻ. ശരിയല്ലേ, നമ്മൾ പഠിച്ചു. Na+ഉം OH- ബാക്കി ഉണ്ടാവും. അത് രണ്ടും ചേർന്നിട്ട് ലായനിയിൽ ആര് ഫോം ചെയ്യും, നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. അപ്പോൾ നമ്മളുടെ എത്ര ക്വസ്റ്റ്യൻസ് ആയിടാ, 8 ക്വസ്റ്റ്യൻസ് ആയി. നിങ്ങൾക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നുണ്ടാവുക കെമിസ്ട്രി മാത്സ് തന്നെ ആയിരിക്കും. കാരണം ഇത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുള്ളത് കെമിസ്ട്രി എന്നായിരുന്നു. പിന്നെ മാത്സ് കുറേ ചെയ്യാണ്ടാവില്ല. പിന്നെ മക്കൾ ക്ഷമിച്ച് കേൾക്കുക. കാരണം നല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം
ആലോചിച്ചിട്ടുള്ള ഇട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ 69th ക്വസ്റ്റ്യൻ നോക്കിക്കോ, വിച്ച് മീൻസ് 9th ക്വസ്റ്റ്യൻ കേട്ടോ കെമിസ്ട്രിയിൽ. ഇൻ ഇലക്ട്രോപ്ലേറ്റിംഗ് ദ ഒബ്ജക്റ്റ് ടു ബി പ്ലേറ്റഡ് ഈസ് കണക്റ്റഡ് ടു, അതായത് ആവരണം ചെയ്യപ്പെടേണ്ടത് വൈദ്യുത ലേപനം ഇലക്ട്രോപ്ലേറ്റിംഗിൽ ആവരണം ചെയ്യപ്പെടേണ്ട ലോഹം, അതായത് കോട്ട് ചെയ്യപ്പെടേണ്ടത്. അതായത് ഇപ്പോൾ ഇതിൻ്റെ പുറത്ത് എനിക്ക് വേറൊരു സാധനം എന്ത് ചെയ്യണം, ആവരണം ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ പുറത്ത് എനിക്ക് എന്ത് ചെയ്യണം, ഇത് ആവരണം ചെയ്യണം വിചാരിക്കുക. അപ്പോൾ ഇതെന്താണ്, ആവരണം ചെയ്യേണ്ട ആളാണ് അല്ലേ, കോട്ട് ചെയ്യേണ്ട ആൾ. ഇതോ കോട്ട് ചെയ്യപ്പെടേണ്ടത്, അതായത് ആവരണം ചെയ്യപ്പെടേണ്ട ആൾ, ടു ബി കോട്ടഡ്. അങ്ങനെയാണെങ്കിൽ ഇത് എന്തിനായിട്ട്, ഇതിനെ നമ്മൾ എവിടെ കണക്ട് ചെയ്യണം, ആനോഡിൽ കണക്ട് ചെയ്യണോ കാഥോഡിൽ കണക്ട് ചെയ്യണോ? പറ. ആനോഡായിട്ട് ആരെടുക്കണ്ടേ, പൂശേണ്ട ലോഹം, ആവരണം ചെയ്യേണ്ട ലോഹം, കോട്ട് ചെയ്യേണ്ട ലോഹം. കാഥോഡോ, കോട്ട് ചെയ്യപ്പെടേണ്ട ലോഹം, ആവരണം ചെയ്യപ്പെടേണ്ട ലോഹം അല്ലേ, ടു ബി കോട്ടഡ്. അപ്പോൾ കോട്ട് ചെയ്യപ്പെടേണ്ട ലോഹത്തെ എവിടെ എടുക്കണ്ടേ, നമുക്കറിയാം കാഥോഡിൽ എടുക്കണ്ടേ. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് എന്ത് തരയും, ഇതിൽ കാഥോഡ് എന്നുള്ളത് തരയും. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ആനോഡ് ഉണ്ട്, പക്ഷെ എന്തില്ല, കാഥോഡില്ല. പകരം എന്താ തന്നിക്കണേ, ചാർജാണ് തന്നിക്കണേ. പറ കാഥോഡിൻ്റെ ചാർജ് എന്താ, പറ കാഥോഡിൻ്റെ ചാർജ് എന്താ? കാഥോഡിൻ്റെ ചാർജ് നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. കാഥോഡ് നമ്മൾ പ്ലസും പഠിച്ചുക്കണല്ലോ മൈനസും പഠിച്ചുക്കണല്ലോ അല്ലേ. പക്ഷേ നമ്മൾ പ്ലസ് എവിടെ പഠിച്ചത്, കാഥോഡിന് പ്ലസ് ചാർജ് എവിടെ പഠിച്ചത്, അതിൽ കാഥോഡിന് മൈനസ് ചാർജ് എവിടെ പഠിച്ചതിൻ്റെ മക്കൾ അറിയണം, ശ്രദ്ധിച്ചോ. കാഥോഡിന് മൈനസ് വരെ എവിടെ മാത്രമാണ്, പറ എവിടെയാണ്, നമ്മുടെ ഗാൽവാനിക് സെല്ലിലാണ് കാഥോഡിന് എന്ത് ചാർജ് വരിക, മൈനസ് ചാർജ് വരിക. നമ്മുടെ സോറി മാറിപ്പോവരുത് കേട്ടോ, എനിക്ക് കൺഫ്യൂഷൻ ആയി പോയാൽ മാറിപ്പോവരുത്. നമ്മൾ നേരത്തെ പഠിച്ചു, അതിനാണ് ഞാൻ നേരത്തെ ആ ടിപ്പ് പറഞ്ഞു തന്നെ കേട്ടോ. ആ ടിപ്പ് ഞാനും ആലോചിക്കുന്നത് നല്ലതാണ്, നിങ്ങളും ആലോചിക്കുന്നത് നല്ലതാണ്. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. നമ്മുടെ ഇവിടെ ഇത് കാണൂലേ, ഇവിടെ ഇത് കാണില്ല, പടിയിൽ എഴുതാം. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. ആനയോൺ എങ്ങോട്ട് പോകും മക്കളെ, ആനോഡ്ക്ക് പോവും. അപ്പോൾ ഇതെവിടെയാണ്, വൈദ്യുത വിശ്ലേഷണം, ഇലക്ട്രോലൈസിസ്, അതുമായി ബന്ധപ്പെട്ടതല്ലേ ഇലക്ട്രോപ്ലേറ്റിംഗ്, വൈദ്യുത ലേപനം. അപ്പോൾ ഇവിടെ അതും സെയിം ആയിരിക്കൂലേ. പറ ആനയോണിൻ്റെ ചാർജ് എന്താണെന്ന് സാർ പഠിപ്പിച്ചെന്നേ, ആനയോൺ മൈനസ് ആണ്, നെഗറ്റീവ്. അപ്പോൾ അതെങ്ങോട്ടാണ് പോകുക, ആനോഡ് പോസിറ്റീവ്ക്ക്. അപ്പോൾ ഇത് മാത്രം ആലോചിച്ചാൽ മതി. ആനോഡ് എന്താണ്, പോസിറ്റീവാണ്. എവിടെ, വൈദ്യുത വിശ്ലേഷണം അഥവാ ഇലക്ട്രോലൈസിസിൽ ആനോഡ് പോസിറ്റീവാണ്, കാഥോഡ് എന്താടാ, നെഗറ്റീവാണ്. ഓക്കെ. അപ്പോൾ ഗാൽവാനിക് സെല്ല് നേരെ തിരിച്ച്, ആനോഡ് നെഗറ്റീവ് ആയിരിക്കും, കാഥോഡ് എന്തുമായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വൈദ്യുത ലേപനം അഥവാ ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ്. അത് എന്തുമായി റിലേറ്റഡ് ആണ്, വൈദ്യുത വിശ്ലേഷണം. ഇലക്ട്രോലൈസിസിൻ്റെ 5 ഉപയോഗങ്ങളിൽ ഒരു ഉപയോഗമാണ് എന്ത്, വൈദ്യുത ലേപനം, ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലേ. നമ്മൾ വൈദ്യുത വിശ്ലേഷണം ഉപയോഗിച്ച് ഒരു ലോഹത്തിൻ്റെ പുറത്ത് മറ്റൊരു ലോഹത്തിൻ്റെ ആവരണം ഉണ്ടാക്കുന്നു എന്നാണ് പഠിച്ചത്. യൂസിങ് ഇലക്ട്രോലൈസിസ് വി ആർ മേക്കിംഗ് എ കോട്ടിംഗ് ഓഫ് വൺ മെറ്റൽ ഓൺ ദി ഓവർ ദി അതർ മെറ്റൽ. അപ്പോൾ ഇവിടെ എന്ത് വെച്ചിട്ടാണ് നോക്കേണ്ടത്, ഗാൽവാനിക് സെല്ലാണ് നോക്കേണ്ടത്, വൈദ്യുത വിശ്ലേഷണ സെല്ലാണ് നോക്കേണ്ടത്. ഡെഫിനിറ്റ്ലി വൈദ്യുത വിശ്ലേഷണ സെല്ല് അഥവാ ഇലക്ട്രോലിറ്റിക് സെല്ലാണ് നോക്കേണ്ടത്. അപ്പോൾ ഇലക്ട്രോലിറ്റിക് സെല്ലിൽ നമുക്കറിയാം ഇത് കാഥോഡായിട്ട് കോട്ട് ചെയ്യപ്പെടേണ്ട ആൾ, ആവരണം ചെയ്യപ്പെടേണ്ട ആൾ എന്തായിട്ട് എടുക്കണ്ടേ, കാഥോഡായിട്ട് എടുക്കണ്ടേ. അപ്പോൾ കാഥോഡായിട്ട് എടുക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ ചാർജ് എന്തായിരിക്കും, പറയാൻ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ. കാഥോഡായിട്ട് എടുക്കുന്ന ആളുടെ ചാർജ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ കാഥോഡ് എന്നുള്ള വാക്കില്ല, പകരം എന്തുണ്ട്, ആനോഡ് ഉണ്ട്, പിന്നെന്താ ഉള്ളത്, പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താ, നെഗറ്റീവ് ടെർമിനൽ, ബി, ഓപ്ഷൻ ബി. കാഥോഡായിട്ടാണ് എടുക്കേണ്ടത്. കാഥോഡ് അവിടെ ആരായിരിക്കും, പറ മക്കളെ, നെഗറ്റീവ് ടെർമിനലായിരിക്കും. അപ്പോൾ നമ്മൾ നെഗറ്റീവ് ടെർമിനലാണ് എടുക്കേണ്ടത്. പിന്നെ സോൾട്ട് ബ്രിഡ്ജൊക്കെ എവിടെ വരുന്നത്, ഗാൽവാനിക് സെല്ല് വരുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് തന്ന് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് നേരത്തെ കൺഫ്യൂഷൻ ആയപോലെ നിങ്ങൾക്ക് ആവരുത്, ഞാൻ പിന്നെ നിങ്ങൾക്ക് അറിയോ നോക്കിയതാണ്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10th ക്വസ്റ്റ്യൻ. ദ സ്യൂട്ടബിൾ ഫ്ലെക്സ് യൂസ്ഡ് ടു റിമൂവ് അയൺ ഓക്സൈഡ് ഇംപ്യൂരിറ്റി ഡ്യൂറിങ് കോപ്പർ എക്സ്ട്രാക്ഷൻ. എല്ലാവരും എന്ത് പഠിച്ചിട്ടുണ്ടാവും, ബ്ലാസ്റ്റ് ഫർണസിൽ അഥവാ അയണിൻ്റെ പ്രൊഡക്ഷൻ, ഇരുമ്പ് നിർമ്മാണത്തിലെ ഫ്ലെക്സും ഗ്യാങ്ങും സ്ലാഗും ഒക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. പറ അവിടെ എൻ്റെ മക്കൾ പറ, അയണിൻ്റെ നിർമ്മാണത്തിലെ ഫ്ലെക്സ് ആരാ, ഗ്യാങ് ആരാ, SiO2 സിലിക്ക അല്ലേ. അവിടുത്തെ ഫ്ലെക്സ് ആരാ, CaO കാൽഷ്യം ഓക്സൈഡ്. അവിടെ ഉണ്ടാവുന്ന സ്ലാഗ് ആരാ, CaSiO3 കാൽഷ്യം സിലിക്കേറ്റ്. ഇതെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അതല്ല, കോപ്പറിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്യാങ്ങും ഫ്ലെക്സും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കോ, നല്ലോണം ശ്രദ്ധിച്ചു. ഇവിടെ ചോദിച്ചത് ആര് കാര്യമാണ്, കോപ്പറിൻ്റെ കാര്യമാണ് അല്ലേ. കോപ്പറിൻ്റെ കേസിൽ എന്താ മക്കളോട് ചോദിച്ചിരിക്കണേ, സ്യൂട്ടബിൾ ഫ്ലെക്സ് യൂസ് ടു റിമൂവ് അയൺ ഓക്സൈഡ് ഇംപ്യൂരിറ്റി ഫ്രം കോപ്പർ. കോപ്പറിൻ്റെ എക്സ്ട്രാക്ഷൻ, കോപ്പർ നിർമ്മാണം നടക്കുന്ന സമയത്ത് കോപ്പർ എക്സ്ട്രാക്ഷൻ നടക്കുന്ന സമയത്ത്, കോപ്പറിൻ്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് അവിടെ ഉള്ള ഗ്യാങ് ആരാണ്, അയൺ ഓക്സൈഡ് ആണ്. അപ്പോൾ അതിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എന്താ ചോദിച്ച, പറ ഫ്ലെക്സ് ആരാന്നാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്യാങ് അസിഡിക് ആണെങ്കിൽ ഫ്ലെക്സ് എന്തായിരിക്കണം, ബേസിക് ആയിരിക്കണം. ഗ്യാങ് ബേസിക് ആണെങ്കിൽ ഫ്ലെക്സ് എന്തായിരിക്കണം, അസിഡിക് ആയിരിക്കണം. ഗ്യാങ്ങിനനുസരിച്ചിട്ടാണ് നമ്മൾ അതിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്ത് ഉപയോഗിക്കുക, ഫ്ലെക്സ്. അതല്ലേ ഗ്യാങ് ആരാ, അവിടെ കാണുന്ന അപദ്രവ്യം, ഇമ്പ്യൂരിറ്റി. അതിനെ നീക്കം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുവിനെ വിളിക്കുന്ന പേര്, റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്, ഫ്ലെക്സ്. ഇത് രണ്ടും കൂടെ ചേർന്നുണ്ടാവുന്ന സാധനമാണ് ആര്, സ്ലാഗ്. അപ്പോൾ ഇവിടെ അയൺ ഓക്സൈഡിന് എന്ത് സ്വഭാവമാണെന്ന് അറിയണം അല്ലേ. അത് നമ്മൾ ഓൾറെഡി ടെക്സ്റ്റിൽ പഠിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചോ. ഈ അയൺ ഓക്സൈഡിന് ശ്രദ്ധിച്ചോ, അയൺ ഓക്സൈഡാണ് ഇവിടുത്തെ എന്ത്, പറ അയൺ ഓക്സൈഡാണ് ഇവിടുത്തെ എന്ത്, ഗ്യാങ്.
ഇമ്പ്യൂരിറ്റി. അതെന്ത് സ്വഭാവം എന്നറിയോ? അതിന് ബേസിക് സ്വഭാവം. നല്ലോണം ആലോചിച്ചു. അതിന് എന്ത് സ്വഭാവമാണ്? ബേസിക് സ്വഭാവമാണ്. അപ്പോൾ അതിനെ നീക്കം ചെയ്യണമെങ്കിൽ എന്ത് വേണം? അസിഡിക് സ്വഭാവമുള്ള ഫ്ലെക്സ് വേണ്ടേ? അസിഡിക് സ്വഭാവമുള്ള ഫ്ലെക്സ് ആരാന്നറിയോ? പാവം നമ്മൾ SiO2. അവിടെ SiO2 കുറ്റക്കാരനായിരുന്നു, അയാളായിരുന്നു അവിടെ ആവശ്യമില്ലാത്ത അപദ്രവം, ഇമ്പ്യൂരിറ്റി. പക്ഷേ ഇവിടെ ഇയാളാണ് ഇവിടെ വന്നിട്ട് ആരെ റിമൂവ് ചെയ്യണേ? അയൺ ഓക്സൈഡ്. അപ്പോൾ അയൺ ഓക്സൈഡ് ഒരു ബേസിക് എന്താണ്? ഗ്യാങ് ആണ്. അപ്പോൾ അതിന് നീക്കം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പറ. അസിഡിക് ആയിട്ടുള്ള എന്ത് വേണം? ഫ്ലെക്സ് വേണം. ഇവിടുത്തെ നമ്മുടെ അസിഡിക് ഫ്ലെക്സ് ആരാണ്? SiO2 ആണ്. അപ്പോൾ നമ്മൾ ഉത്തരം ആരാ? ഓപ്ഷൻ ബി ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അയൺ മാത്രം പഠിച്ചാൽ പോരാ, എല്ലാം നമ്മൾ ടെക്സ്റ്റിലുള്ളതാണ്. അപ്പോൾ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 20 മാത്രം ചോദ്യം വരുന്ന ആരും ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? പറഞ്ഞിട്ടില്ല. ഓക്കെ അല്ലേ? 71ാമത്തെ ക്വസ്റ്റ്യൻ അഥവാ 11ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. വിച്ച് റിയാക്ഷൻ റെപ്രസെൻറ്റ്സ് റിഡക്ഷൻ ഇൻ സിങ്ക് എക്സ്ട്രാക്ഷൻ? സിങ്ക് നിർമ്മാണ സമയത്ത് നടക്കുന്ന റിഡക്ഷൻ, നിരോക്സീകരണ പ്രവർത്തനം ഏതാ? നിരോക്സീകരണം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നെങ്കിൽ ഇലക്ട്രോണെ സ്വീകരിക്കണം, അല്ലെങ്കിലോ ഓക്സിജനെ നീക്കം ചെയ്യണം. മക്കളെ മനസ്സിലായിക്കോ? റിഡക്ഷൻ, നിരോക്സീകരണം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നെങ്കിൽ അയാൾ ഇലക്ട്രോൺ എന്ത് ചെയ്യണം? വാങ്ങണം, അല്ലെങ്കിൽ അയാളിൽ നിന്ന് എന്ത് പോകണം? ഓക്സിജൻ പോകണം. അപ്പോൾ ഓക്സീകരണം എന്താ? ഓക്സീകരണം നേരെ തിരിച്ച്, ഒന്നെങ്കിൽ അയാൾ ഇലക്ട്രോൺ എന്ത് ചെയ്യണം? കൊടുക്കണം, അല്ലെങ്കിലോ അയാൾ ഓക്സിജൻ എന്ത് ചെയ്യണം? ആരുടെടുത്തെങ്കിലും വാങ്ങണം. അതാണ് ഓക്സീകരണം. അപ്പോൾ ഓക്സീകരണം എന്താ? ഓക്സിജനെ കിട്ടുക. നിരോക്സീകരണം എന്താ? ഓക്സിജൻ പോവുക. ഓക്സിഡേഷൻ എന്താണ്? ഓക്സിജനെ കിട്ടുക. റിഡക്ഷൻ എന്താ? ഓക്സിജൻ പോവുക. അപ്പോൾ എവിടുന്നാണ് ഓക്സിജൻ പോകണം? ഇവിടെ ഇലക്ട്രോൺ ഉള്ള ഒരു ഇക്വേഷൻ പോലെ എന്ത് ചെയ്തില്ല? നമ്മൾ സെല്ലിൽ പഠിച്ച പോലെ +2 ഇലക്ട്രോൺ -2 കിട്ടുന്നതും പോണതും ഇലക്ട്രോൺ ഉള്ള ഇക്വേഷൻസ് ഒന്നും ഇവിടെ എന്ത് ചെയ്തിട്ടില്ല? തന്നിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഓക്സിജനെ നോക്കിയിട്ട് തന്നെ എന്ത് ചെയ്യണം? കണ്ടെത്തണം അല്ലേ? നമ്മൾ പഠിച്ചു ആദ്യം ഓക്സൈഡ് ആക്കി മാറ്റണം, പിന്നെ അതിനെ നിരോക്സീകരിക്കണം. ഓക്സൈഡ് ആക്കി മാറ്റാൻ 2 വഴികളുണ്ട്, റോസ്റ്റിങ്ങും കാൽസിനേഷനും നമ്മൾ പഠിച്ചല്ലേ? അപ്പോൾ അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ, ഇവിടെ നോക്കിക്കോ. ഇവിടെ എന്താ സംഭവിച്ചേ? നോക്കടാ. Zn+O ഇവിടെ ഓക്സിജൻ കൂട്ടിച്ചേർത്തിക്കുകയാണ്. അപ്പോൾ ഓക്സിജൻ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് അതെന്താണ്? ഓക്സീകരണമാണ്, ഓക്സിഡേഷൻ. അപ്പോൾ അതല്ല ചോദിക്കണം, നിരോക്സീകരണം, റിഡക്ഷൻ അല്ലേ ചോദിക്കണം. അപ്പോൾ എന്തായാലും ഇതല്ല. അടുത്ത രണ്ടാമത്തെ അവിടെ നിൽക്കട്ടെ, Zns+O2. ഇവിടെ നോക്കുക, ഓക്സിജൻ കൂട്ടിച്ചേർക്കുകയാണ്. ഓക്സിജൻ കൂട്ടിച്ചേർക്കലല്ല, ഓക്സിജൻ പോണതാണ് നിരോക്സീകരണം അല്ലേ? അപ്പോൾ ഓക്സിജനെ അവിടുന്ന് ഒഴിവാക്കുക വേണ്ട. ഇതിനകത്ത് ഓൾറെഡി ഓക്സിജൻ ഉണ്ടായി, നമ്മൾ കളയുന്നതാണ് ഏത്? ഓക്സീകരണം അല്ലെങ്കിൽ നിരോക്സീകരണം അല്ലെങ്കിൽ റിഡക്ഷൻ. അതല്ലേ ചോദിച്ചിരിക്കണം. അപ്പോൾ ഇതും അല്ല. ഇനി നാലാമത്തെ നോക്ക്, ZnO. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഓക്സിജൻ ഉണ്ട് അല്ലേ? ഇനി ഇവിടെ എന്തായി? Zn+2 + O-2 ആയി. അപ്പോൾ അത് ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ ചോദിച്ചാൽ അവിടെ ഓക്സീകരണം നടക്കുന്നുണ്ട്. എന്തും നടക്കുന്നുണ്ട്? നിരോക്സീകരണം നടക്കുന്നുണ്ട്. അത് നിങ്ങൾ മക്കൾ എന്ത് ചെയ്യണം? ആലോചിക്കണം. ഓക്കെ. പിന്നെ ഈ സാധനത്തിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, അത് അവിടെ നിൽക്കട്ടെ. അത് നിങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യേണ്ട? ആലോചിക്കേണ്ട. ഇപ്പം നമുക്ക് ആവശ്യമുള്ള സാധനം നമുക്കറിയാം. റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ആര് വേണം? നിരോക്സികാരി അല്ലേ? റെഡ്യൂസിങ് ഏജൻറ്റ് വേണം. നിരോക്സീകരിക്കണമെങ്കിൽ ആര് വേണം? നിരോക്സികാരി വേണം. അപ്പം രണ്ടാമത്തെ ഈ ഇക്വേഷനെ കുറിച്ച് ഞാൻ പറയാത്തതിൽ വേറെയും കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ പറയേണ്ടത്, നമുക്കത് ആവശ്യമില്ലാത്തതാണ്. നമ്മളിവിടെ ടെക്സ്റ്റിൽ പഠിച്ച ഇക്വേഷൻ കറക്റ്റായിട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കതിൽ പിന്നെ ഒരു കൺഫ്യൂഷൻ്റെ എന്തില്ല? ആവശ്യമുണ്ടാവരുത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ കൊടുക്കാൻ തന്നെ കാരണം. ഓക്കെ. പലരും ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഓക്സിജൻ പോണത് തന്നെയാണല്ലോ എന്ത്? റിഡക്ഷൻ, നിരോക്സിയാണ്. അപ്പോൾ ഇവിടെ എന്ത് പോയല്ലോ? ZnOൻ്റെ കയ്യിൽ നിന്ന് എന്ത് പോയല്ലോ? ഓക്സിജന് പോയല്ലോ. പക്ഷെ അവിടെ ചാർജും കൂടെ വരുന്നുണ്ട്. ആ ചാർജിൽ എന്തുണ്ടാവും? മിസ്റ്റേക്സ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ചാർജിൽ മിസ്റ്റേക്സ് ഉള്ളതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ചാർജും കൂടെ പരിഗണിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ കറക്റ്റ് നമുക്ക് എന്തായിട്ട് കാണിക്കാൻ പറ്റില്ല? റിഡക്ഷൻ ആയിട്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല? കാണിക്കാൻ കഴിയില്ല. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ നമ്മൾ റിഡോക്സ് റിയാക്ഷൻസ് ഉള്ള പാഠത്തിൽ നമ്മൾ +1 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മുടെ ബി ഓപ്ഷൻ കറക്റ്റായിട്ട് നോക്കിക്കോ. ബി ഓപ്ഷൻ എന്താ? ZnO + കാർബൺ. ഇവിടെ എന്താ സംഭവിച്ചത്? സിങ്ക് ഓക്സൈഡിനെ ശ്രദ്ധിച്ചോ. സിങ്ക് ഓക്സൈഡിൻ്റെ കൂടെ ഒരു നിരോക്സികാരി ഉണ്ടായാലല്ലേ ഇതിന് കാർബൺ ഓക്സിജനെ വലിച്ചെടുക്കുള്ളൂ. ആരെവിടുത്തെ നിരോക്സികാരി? കാർബൺ. നമ്മൾ 3 നിരോക്സികാരികളെ പഠിച്ചിരുന്നത്. കാർബൺ മോണോക്സൈഡ്, വൈദ്യുതി അല്ലേ? ആദ്യത്തെ 5 ആളുകൾ ക്രിയാശീല ശ്രേണി അഥവാ റിയാക്ടിവിറ്റി സീരീസിലെ ആദ്യത്തെ 5 ആളുകൾക്ക് ക്രിയാറ്റിവിറ്റി കൂടുതലായതുകൊണ്ട് നമ്മൾ അവിടെ ആര് ഉപയോഗിക്കും? വൈദ്യുതി, ഇലക്ട്രിസിറ്റിയാണ് റെഡ്യൂസിങ് ഏജൻറ്റ് നിരോക്സികാരിയായിട്ട് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ കാർബൺ മോണോക്സൈഡും കാർബണും ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കും. അവിടെ നിങ്ങളൊരു പ്രധാന പോയിന്റ് ആലോചിക്കണം. സ്വയം നിരോക്സീകരിക്കപ്പെടുന്ന സെൽഫ് റിഡക്ഷൻ നടക്കുന്ന ആളാരാ ചോദിക്കും? ആരാണ്? കോപ്പർ. ആരാണ്? കോപ്പർ. അതിൻ്റെ മക്കൾക്ക് ഓർമ്മ ഉണ്ടാവണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടതല്ല, ഒരു പ്രധാന പോയിന്റ് ആയതുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നോക്ക്, സിങ്ക് ഓക്സൈഡിൽ ആര് വന്നു? നിരോക്സികാരിയായി. കാർബൺ മോണോക്സൈഡായിട്ട് ആര് വന്നു? നിരോക്സികാരിയായിട്ട് റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് ആര് വന്നു? കാർബൺ. എന്നിട്ട് അവിടെ സിങ്കിനെ കിട്ടിയിട്ട് അതിന് ആരെ കളഞ്ഞു? ഓക്സിജനെ കളഞ്ഞു. അപ്പോൾ ഓക്സിജനെ ഇന്ന് എടുത്ത് കളഞ്ഞു. അതാണ് എന്ത്? നിരോക്സീകരണം അഥവാ റിഡക്ഷൻ. അപ്പോൾ സിങ്കിൻ്റെ നിർമ്മാണ സമയത്ത് നടക്കുന്ന നിരോക്സീകരണ സമവാക്യം അല്ലെങ്കിൽ നിരോക്സീകരണ പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ്. ഏതാണെടാ? പറ, ഏതാണ്? ഇതാണ്. സിങ്ക് ഓക്സൈഡിൽ കാർബൺ വന്ന് പ്രവർത്തിച്ചിട്ട് അതിനെ സിങ്ക് ആക്കി മാറ്റും. ഇന്ന് ആരെ കളയും? ഓക്സിജനെ പുറത്ത് കളയും. ഓക്കെ അല്ലേ? നെക്സ്റ്റ്
12ാമത്തെ ക്വസ്റ്റ്യൻ. ഇലക്ട്രിസിറ്റി ഈസ് യൂസ്ഡ് ആസ് എ റെഡ്യൂസിങ് ഏജൻറ്റ് ഇൻ അലുമിനിയം എക്സ്ട്രാക്ഷൻ ബിക്കോസ് അലുമിനിയം നിർമ്മാണ സമയത്ത് അലുമിനിയത്തിൻ്റെ റെഡ്യൂസിങ് ഏജൻറ്റ് ഇപ്പോൾ നമ്മൾ പഠിച്ചു നിരോക്സികാരിയായിട്ട് എന്തുകൊണ്ടാണ് വൈദ്യുതി ഉപയോഗിക്കുന്നത്. വൈദ്യുതി എപ്പോഴും ഉപയോഗിക്കുക ക്രിയാശീലം കൂടിയ ആളുകൾക്ക്. അപ്പോൾ അലുമിനിയത്തിന് എന്ത് കൂടുതലാണ് ക്രിയാശീലം. പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലുമിനിയം ആദ്യത്തെ 5 ആളുകൾക്കാണ് ക്രിയാശീലം റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ. അവിടെ നമ്മൾ ഇലക്ട്രിസിറ്റി വൈദ്യുതി ഉപയോഗിക്കുക. അപ്പോൾ പറ എന്തുകൊണ്ടാണ് അലുമിനിയത്തിൻ്റെ നിർമ്മാണത്തിൽ ഇലക്ട്രിസിറ്റി റെഡ്യൂസിങ് ഏജൻറ്റ് നിരോക്സികാരിയായിട്ട് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് പറ. അതിന് ഏറ്റവും കൂടുതൽ ക്രിയാശീലം കൂടുതലായതുകൊണ്ടാണ് അല്ലേ, റിയാക്ടിവിറ്റി കൂടുതലായതുകൊണ്ട്. അതിലേതാ മെൽറ്റിംഗ് പോയിൻ്റ് അല്ല, വെരി സ്റ്റേബിൾ ആയതുകൊണ്ടല്ല, അലുമിനിയം ഈസ് ലെസ് റിയാക്റ്റീവ് ആയതുകൊണ്ടല്ല, കാർബൺ ഈസ് വെരി എക്സ്പെൻസീവ് ആയതുകൊണ്ടല്ല. പിന്നെ ഇതിൽ ഏതാ ചോദിച്ചാൽ ഒന്നും അല്ല എന്ന് പറയാൻ പാടില്ലല്ലോ. അപ്പോൾ അതിലും ഒരു എന്തുണ്ട് ട്വിസ്റ്റ് ഉണ്ട് നോക്കിക്കോ. നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ഇത് പഠിച്ചിട്ടില്ല ഇതുമല്ല അങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണെന്നറിയോ, ഇവിടെ ഒരു പ്രധാന പോയിന്റ് ഉണ്ട്. അതും ഒരു സ്റ്റാർ ഇട്ട് വെക്കേണ്ട സാധനം നോക്കിക്കോ. അലുമിനിയം ഓക്സൈഡ് ഈസ് വെരി സ്റ്റേബിൾ അല്ലേ. എന്താ നിരോക്സീകരണം? തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞു എന്താ റിഡക്ഷൻ, ഓക്സിജനെ കളയുക. അപ്പോൾ ഓൾറെഡി അവിടെ നമ്മളെ കയ്യിൽ ആരുണ്ടാവും, അലുമിനിയത്തിൻ്റെ ഓക്സൈഡ് ഉണ്ടാവും. അതിനല്ലേ നമ്മൾ ഓക്സിജനെ കളയണ്ടേ. അപ്പോൾ ശക്തി കൂടിയ നിരോക്സികാരി റെഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിക്കേണ്ടി വരുന്ന എന്തുകൊണ്ടാണ്, ഇതിന് ഓക്സിജൻ കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. അതിനർത്ഥം അതിൻ്റെ ഓക്സൈഡ് ഭയങ്കര സ്റ്റേബിൾ, അലുമിനിയത്തെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, പോകില്ല. തന്നെയാണ് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, പോകില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനെ വലിച്ച് പുറത്തിടണമെങ്കിൽ ശക്തി കൂടിയ എന്ത് വേണം, നിരോക്സികാരി റെഡ്യൂസിങ് ഏജൻറ്റ് വേണം. മക്കളെ എക്സാം ടഫ് ആക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യനും എക്സാമിന് എന്ത് ചെയ്യണം, എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ടഫസ്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ നോക്കിയിട്ട് എന്താണ് ഇട്ടതാണ്. അപ്പോൾ ഇതിങ്ങനെ വായിക്കുമ്പോൾ ഇതല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞാൽ അപ്പോൾ ഓപ്ഷൻ തെറ്റാണ്. ഈ പൊട്ടനെ അവിടെ നോക്കിയിട്ട് ക്വസ്റ്റ്യൻ ഇട്ടാൽ ചെങ്ങായിക്ക് വെറും താടി മീസി മാത്രമുള്ള അന്തല്ലാത്ത പൊട്ടൻ എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ പൊട്ടനായതല്ല, ഇത് നവാസാർ ഇട്ടോ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഞെട്ടിപ്പോയോ, ഈ ചങ്ങായിക്ക് ഇത്രയും ബുദ്ധി ഉണ്ടോ, എനിക്ക് അസൂയക്കായി അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ. അപ്പോൾ നോക്കിക്കോ, അലുമിനിയം ഓക്സൈഡ് ഈസ് വെരി സ്റ്റേബിൾ. അലുമിനിയത്തിൻ്റെ ഓക്സൈഡ് ഭയങ്കര സ്ഥിരത കൂടിയതാണ്, സ്റ്റേബിൾ ആണ്. അതുകൊണ്ടാണ് അതിനർത്ഥം എന്താ, അതിന് അത്രയും ക്രിയാശീലം ഉള്ളതുകൊണ്ടാണ് അത് ഓക്സിജനുമായിട്ട് പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഓക്സിജൻ കളയണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ ശക്തി കൂടിയ പവർഫുൾ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻറ്റ് നിരോക്സികാരിയായിട്ടുള്ള വൈദ്യുതിനെ ഉപയോഗിക്കണം. അപ്പോൾ ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ സി ആണ് കറക്റ്റാണ്. മനസ്സിലായെന്ന് വിചാരിക്കും. ഇതൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലി ചോദിക്കാൻ ഒരു മടിയും വിചാരിക്കരുത് കേട്ടോ. ഇനി ബ്രെയിനിൽ അല്ലാത്ത കുട്ടികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ നമ്പർ കളക്ട് ചെയ്തിട്ട് അതിൽ മെസ്സേജ് അയച്ചു ചോദിച്ചാൽ മതി. അടുത്തത്, ഫോർ ദ റിയാക്ഷൻ N2 + 3H2 gives 2NH3 + ഹീറ്റ്. ഈ പ്രവർത്തനത്തിൽ ശ്രദ്ധിച്ചോ, ഈ പ്രവർത്തനത്തിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്താ സംഭവിക്കുക എന്നാണ് ചോദിക്കണേ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കണം, ടെമ്പറേച്ചർ വന്നാൽ ടെമ്പറേച്ചർ നമ്മൾ ഫോർവേഡ് മാത്രം നോക്കിയാൽ മതി, പഠിച്ചിട്ടില്ല. ഇതാണ് ഫോർവേഡ്, ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കുന്നത്. റിയാക്ടൻസ്, ഇത് പ്രോഡക്ട്സ്, ഇത് അഭികാരങ്ങൾ, ഇത് ഉൽപ്പന്നങ്ങൾ. അപ്പോൾ അഭികാരങ്ങൾ ഉൽപ്പന്നമായി മാറുന്നതാണ് ഫോർവേഡ്, പുരോപ്രവർത്തനം. ഈ പുരോപ്രവർത്തനത്തിൽ എവിടെയാണ് താപം? നമ്മൾ കുറേ വട്ടം ചെയ്ത് പഠിച്ചാണല്ലോ. പുരോപ്രവർത്തനത്തിൽ എവിടെ താപം? ഇവിടെയാണ്, അതായത് ഉൽപ്പന്നത്തിൻ്റെ ഭാഗത്ത്. പ്രോഡക്റ്റ് സൈഡിലാണ് താപം, ഹീറ്റ്. അപ്പോൾ അത് പുരോപ്രവർത്തനത്തിൽ പ്രോഡക്റ്റ് സൈഡിൽ ഹീറ്റ്, ഉൽപ്പന്നങ്ങളുടെ ഭാഗത്ത് താപം ഉണ്ടെങ്കിൽ അത് എന്ത് പ്രവർത്തനം പറ, അത് താപമോചക പ്രവർത്തനമാണ്, എക്സോതെർമിക് പ്രവർത്തനമാണ്, എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഇനി നോക്കിക്കോ, താപനില കൂട്ടിയാൽ എന്താ സംഭവിക്കാം? താപനില ടെമ്പറേച്ചർ കൂട്ടിയാൽ എക്സോതെർമിക് പ്രവർത്തനം കൂടോ കുറയോ? അപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ആലോചിക്കേണ്ടത്? എക്സോതെർമിക് കൂട്ടാനുള്ള വഴി എന്താണെന്ന് ആലോചിച്ചാൽ മതി. എക്സോതെർമിക് എപ്പോഴാണ് കൂടുക? താപനില ടെമ്പറേച്ചർ എന്ത് ചെയ്യുമ്പോൾ കുറക്കുമ്പോൾ അല്ലേ. താപമോചകം എപ്പോഴാണ് കൂടുക? താപനില ടെമ്പറേച്ചർ എന്ത് ചെയ്യുമ്പോൾ കുറക്കുമ്പോൾ. പക്ഷേ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ടെമ്പറേച്ചർ താപനില കൂട്ടിക്കല്ലേ. അത് കൂട്ടി എന്താ സംഭവിക്കുക? താപമോചകം അഥവാ എക്സോതെർമിക് പ്രവർത്തനം എന്ത് ചെയ്യും? കുറയും. അതായത് നമ്മുടെ ഫോർവേഡ് റിയാക്ഷൻ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ അമോണിയൻ്റെ ഉൽപ്പാദനം എന്ത് ചെയ്യും? കുറയും. പ്രൊഡക്ഷൻ ഓഫ് അമോണിയ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അമോണിയൻ്റെ ഉൽപ്പാദനം എന്ത് ചെയ്യടാ? കുറയും. ക്ലിയർ 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 ക്ലിയർ. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. അടുത്ത് നോക്കിക്കോ, നമുക്കിവിടെ 4 എന്ത് തന്നിട്ടുണ്ട്? 4 1 2 3 4 ഓർഗാനിക് കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസും കൂടെ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് പേര് കൊടുത്തത് ഏതാണെന്നുള്ളത് എന്ത് ചെയ്യണം? കണ്ടെത്തണം. അപ്പോൾ ശ്രദ്ധിച്ചോ, അനലൈസ് ദ ഫോളോയിങ് സ്ട്രക്ചേഴ്സ് ആൻഡ് നെയിംസ് ദ ഗിവൺ ബിലോ ആൻഡ് കറക്റ്റായിട്ട് പേര് കൊടുത്ത് ഏതാണെന്ന് കണ്ടെത്തി. അതിനാണ് ഇങ്ങനെ ഇംഗ്ലീഷ് കുറേ അറിയാമെന്ന് കാണിച്ചാൽ ഞാൻ. അതിൽ തെറ്റുണ്ട് തോന്നുന്നു, ഗ്രാമറും പക്ഷേ ആരോടും പറയണ്ട. അപ്പോൾ നോക്കിക്കോ, ഇത് ഒന്നാമത്തെ നമ്മൾ ഏറ്റവും ആദ്യം കണ്ടെത്താൻ എന്താ? ലോങ്ങസ്റ്റ് ചെയിൻ, ഏറ്റവും നീളം കൂടിയ ചെയിൻ കണ്ടെത്തണ്ടേ. അപ്പം നമ്മൾ എണ്ണണം 1 2 3 4. ഇതൊരു ചെയിനാണ് അല്ലേ. ഇതൊരു ചെയിൻ, അതിൽ 4 എണ്ണം. ഇത് അടുത്ത ചെയിൻ, അതിൽ 4 എണ്ണം. ഇത് അടുത്ത ചെയിൻ, അതിൽ 4 എണ്ണം. ഇനി എങ്ങനെ എണ്ണാൻ പറ്റും? ഇങ്ങനെ എണ്ണം 1 2 3 4 5 6. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും ലോങ്ങസ്റ്റ് ചെയിൻ. അത് തെറ്റിക്കഴിഞ്ഞാൽ ഒക്കെ തെറ്റും. അപ്പോൾ ക്ഷമയോട് കുത്തിരുന്നിട്ട് എന്ത് ചെയ്യണം? നീളം കൂടിയ ചെയിൻ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ എന്ത്? നീളം കൂടിയ ചെയിൻ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ബ്രാഞ്ച്, ഇതും ബ്രാഞ്ച്, ഇതും ബ്രാഞ്ച്. ഇനി നമ്മൾ ബ്രാഞ്ചുകൾക്ക് ചെറിയ നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് എണ്ണണ്ടേ? ലെഫ്റ്റിൽ നിന്ന് എണ്ണണം, റൈറ്റിൽ നിന്ന് എണ്ണണം. അപ്പോൾ ഇവിടെ നിന്ന് എണ്ണുമ്പോൾ എത്ര വരിക? 1 2
3 4 5 6. അപ്പോൾ എവിടേക്ക് ബ്രാഞ്ച് 3ലും 4ലും. ഇതിൻ്റെ സം എത്ര 3 4 കൂട്ടി എത്ര വരെ 7. അപ്പോൾ അടുത്തുനിന്ന് എണ്ണുമ്പോൾ എത്ര സം വരിക 7. ഇനി വലത്തുനിന്ന് എണ്ണണ്ടേ, വലത്തുനിന്ന് എണ്ണുമ്പോൾ എങ്ങനെ വരിക 1 2 3 4 5 6. അപ്പോഴും സം എങ്ങനെയാണ് 3 4 കൂട്ടി എത്ര 7. അപ്പോൾ അതിനർത്ഥം നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യണം. അപ്പോൾ 3ലും 4ലും എന്തുണ്ട് ബ്രാഞ്ച് ഉണ്ട്. ആരാ ബ്രാഞ്ച് മീതയിൽ. അപ്പോൾ എങ്ങനെ പേര് വരിക 3,4 ഡൈ മീതയിൽ. 2 മീതയില്ല. അപ്പോൾ 3,4 ഡൈ മീതയിൽ. മെയിൻ ചെയിനിൽ എത്ര ഉണ്ട് 6 ഉണ്ട്. അപ്പോൾ എന്താ വരിക ഹെക്സേൻ. 3,4 ഡൈ മീതയിൽ ഹെക്സേൻ. അപ്പോൾ ഇവിടെ ബ്യൂട്ടൈൻ ആണ്. കാരണം ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയ പൊട്ടൻ മെയിൻ ചെയിൻ എടുത്തപ്പോൾ തെറ്റിച്ചിട്ടുണ്ടാവും. നമ്മളെ പോലെ ബുദ്ധിയുള്ള ആളാണെന്നില്ല. അപ്പോൾ ഇത് തെറ്റാണ് അല്ലേ. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്, ഒന്നാമത്തെ സ്ട്രക്ചറിൻ്റെ പേര് തെറ്റാണ്. ഇനി രണ്ടാമത്തെ നോക്കിക്കോ, ഇതിൻ്റെ പേര് മിതോക്സി ഈഥേൻ. നമ്മളെങ്ങനെ ഈതർ ഓ വരുന്നത് ആരാ ഈതറാണ്. ഈതറിന് എങ്ങനെ പേര് കൊടുക്കുക ആൽക്കോക്സി ആൽക്കേൻ അല്ലേ. ആൽക്കോക്സി ആൽക്കേൻ. ചെറിയ ചെയിൻ എന്തായിട്ട് എടുക്കണം ആൽക്കോക്സി ഭാഗം, വലിയ ചെയിൻ ആൽക്കേൻ. അപ്പോൾ ഇവിടെ ചെറുതാണ്, അപ്പോൾ ഇതിന് പേര് മിതോക്സി. വലുതാണ് ഇത്, അപ്പോൾ അതിന് പേര് ആൽക്കേൻ. അപ്പോൾ എത്ര ആൽക്കേൻ 2 കാർബണുള്ള ആരാ ഈഥേൻ. അപ്പോൾ ഇതിൻ്റെ പേരെന്താ മിതോക്സി ഈഥേൻ. ഇത് വളരെ ശരിയാണ്. അപ്പോൾ 2 ശരിയാണ്, 1 എന്താ തെറ്റ്. 1 തെറ്റ് 2 ശരി. ഇനി മൂന്നാമത്തെ നോക്കിക്കോ മീഥൈൽ എഥനോയേറ്റ്. ഇതൊരു എസ്റ്ററാണ്. എസ്റ്റർ എങ്ങനെ പേര് കൊടുക്കുക ആൽക്കൈൽ ആൽക്കനോയേറ്റ്. എങ്ങനെ നമ്മൾ എസ്റ്ററിന് ആൽക്കൈൽ ആൽക്കനോയേറ്റ് കണ്ടെത്തണം. നമുക്ക് ആദ്യം എസ്റ്ററിൽ എന്ത് കണ്ടെത്തണം പറ ആൽക്കൈൽ ഗ്രൂപ്പ് എവിടുന്ന് വരിക ആൽക്കഹോളിന്ന്. ആൽക്കനോയേറ്റ് എവിടുന്ന് വരിക ആസിഡ്. അപ്പോൾ ആൽക്കഹോളും ആസിഡും കണ്ടെത്തണ്ടേ. ആൽക്കഹോളും ആസിഡും കണ്ടെത്താനുള്ള വഴി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സിയോൻ്റെ ഇവിടെ മുറിക്കുക. ഓൻ്റെ കൂടെ വരുന്നത് ആരായിരിക്കും ആൽക്കഹോൾ ആയിരിക്കും. സിയോൻ്റെ കൂടെ വരുന്നത് ആരായിരിക്കും ആസിഡ് ആയിരിക്കും. ഇനി നോക്കുക ആൽക്കഹോൾ. ഇവിടെ എത്ര കാർബണുള്ള ആൽക്കഹോൾ 2 കാർബണുള്ള ആൽക്കഹോൾ ആരാ ഈ എഥനോൾ. അപ്പോൾ അവിടുന്ന് എന്താ വരിക ആൽക്കഹോൾ ആൽക്കൈലായി മാറണം. അപ്പോൾ എഥനോൾ എന്തായി മാറും ഈഥൈൽ. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ തെറ്റാം. മീഥൈലിനാണ് തന്നിട്ടുണ്ട്. മീഥൈലല്ല എന്താ വരിക ഈഥൈൽ. ഇനി ഇതിൽ എത്ര കാർബൺ ഉണ്ട് 1 കാർബണുള്ള ആസിഡാണ്. 1 കാർബണുള്ള ആസിഡ് ആരാ മെഥനോയിക് ആസിഡ്. അപ്പോൾ അവിടെ എന്താ വരിക ആൽക്കൈൽ ആൽക്കനോയേറ്റ്. ആൽക്കഹോൾ എന്താവും ആൽക്കൈലാവും, ആസിഡ് എന്താവും ആൽക്കനോയേറ്റ്. അപ്പോൾ ഇവിടെ ആസിഡ് ഏതാ മെഥനോയിക് ആസിഡ്. അതെന്താവണം മെഥനോയേറ്റ്. അവിടെ എന്താ തന്നെ ഈ എഥനോയേറ്റ്. നേരെ തിരിച്ചാൽ തന്നെ. അപ്പോൾ അതും എന്താ തെറ്റാ. അപ്പോൾ 1 തെറ്റാണ് 3 തെറ്റാ. പക്ഷെ 2 എന്തായിരുന്നു ശരിയായിരുന്നു. ഇനി നാലാമത്തെയും കൂടെ നോക്കുക. ഇതിൻ്റെ പേരെന്താ പ്രൊപ്പ് 2 എന്ന പേരാണ് നിൽക്കണേ. ഓക്കെ ഇതിൻ്റെ പേരെന്താണ് പ്രൊപ്പ് 2 അപ്പോൾ 1 2 3 ഇവിടെ നിന്നുമ്പോൾ 1 2 3 ചെറിയ പൊസിഷൻ കൊടുക്കണ്ടേ. ഡബിൾ ബോണ്ട് ദ്വിബന്ധനത്തിന് ചെറിയ പൊസിഷൻ കൊടുക്കണ്ടേ. അപ്പോൾ ഇവിടെ നിന്നുമ്പോൾ 1 അപ്പോൾ ശരിക്കും ഇതിൻ്റെ പേരെന്താ വേണ്ടത് പ്രൊപ്പ് 1 അഥവാ പ്രൊപ്പീൻ ആണ് പേര് വരേണ്ടത്. അപ്പോൾ അതും എന്താ തെറ്റാണ്. ഓക്കെ അപ്പോൾ ഇതിൽ ശരിയായത് ഏത് മാത്രമാണ് 2 മാത്രമാണ് എന്ത് ശരി. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലില്ല. ഓക്കെ 2 മാത്രം ശരി എന്നുള്ളൊരു ഓപ്ഷൻ ഇതിലില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നു കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്വസ്റ്റ്യനാണ്. സങ്കടം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യേണ്ടി വരും ക്യാൻസൽ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ഓപ്ഷൻ കറക്റ്റ് മനസ്സിലായില്ലേ. ഈ ഓപ്ഷൻസിൽ ഇതിലൊരു ഓപ്ഷൻ മിസ്റ്റേക്ക് ആയി പോയതാണ്. ഓക്കെ 2 മാത്രമാണ് എന്ത് ശരി. ബാക്കി 1 തെറ്റാണ് 3 തെറ്റാണ് അതുപോലെ തന്നെ 4 തെറ്റാണ്. ഓപ്ഷൻസും തെറ്റാണ്, എല്ലാം തെറ്റാണ്. പക്ഷെ നിങ്ങൾക്ക് തെറ്റാൻ പാടില്ല. ഉത്തരം മനസ്സിലായില്ലേ അത് മതി കേട്ടോ. പിന്നെ അങ്ങനെയൊക്കെ നീറ്റിന് വരെ ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ആക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു BASന് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആക്കിയതിന് ഇങ്ങനെ മെയിൻ ആവുന്നു വേണ്ട. അവിടെ ഓരോരുത്തരിന് വർത്താനം പറഞ്ഞെങ്കിൽ എനിക്ക് കേൾക്കുന്നുണ്ട്. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ IUPAC നെയിം ഓഫ് ക്ലോറോഫോം ഈസ് ട്രൈക്ലോറോമീഥേൻ. ക്ലോറോഫോമിൻ്റെ IUPAC നെയിം ട്രൈക്ലോറോമീഥേൻ ആണ്. ക്ലോറോഫോം ആരാ CHCl3 അല്ലേ. എങ്ങനെയാണ് അത് ഉണ്ടാവുക. നമ്മൾ മീഥേൻ്റെ എന്ത് പ്രവർത്തനം പഠിച്ചിട്ടുണ്ട് ആദേശ രാസപ്രവർത്തനം ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അതിൽ 2ാമത്തെ സ്റ്റെപ്പിൽ ഉണ്ടാകുന്ന CHCl2ൻ്റെ കൂടെ വീണ്ടും Cl2 ചേർക്കും. എന്തിൻ്റെ പ്രസൻസിൽ നമ്മുടെ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ അല്ലേ. ഇതാണ് സൂര്യൻ്റെ പ്രസൻസിൽ. അപ്പോൾ അതെന്തായിട്ട് മാറും CHCl3. അതിൻ്റെ ഒപ്പം ആരും ഉണ്ടാവും HCl. ഓക്കെ ആരുണ്ടാവും HCl. കണ്ട HCl അവിടെ ഉണ്ട്. ഈ CHCl3 നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രൈക്ലോറോമീഥെയിൻ. അപ്പോൾ ഇതാണ് ക്ലോറോഫോമിൻ്റെ IUPAC നെയിം എന്താണ് ട്രൈക്ലോറോമീഥെയിൻ ആണ്. അപ്പോൾ 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കോ. ക്ലോറോഈഥേൻ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ അഡീഷൻ റിയാക്ഷൻ ഓഫ് ഈഥീൻ വിത്ത് HCl. അപ്പോൾ നമ്മൾ ഈഥീനിൽ HCl ചേർത്ത് നോക്കുക. ആരാ നമ്മൾ ഈഥീൻ CH2 ഡബിൾ ബോണ്ട് CH2 ഇതാണ് ഈഥീൻ. അതിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അഡീഷനാണ്. നമ്മൾ 5 തന്നെ രാസപ്രവർത്തനം പഠിച്ചില്ല. അതിൽ ആരെ ആഡ് ചെയ്യണേ HCl ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക പറ. ഓരോടത്തേക്ക് എച്ചും വരും, ഓരോടത്തേക്ക് എന്തും വരും Cl. തിരിച്ചും വരാം, വന്നാലും സെയിം തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടേക്ക് എച്ച് വന്നപ്പോൾ അതെന്തായി പറ CH3. പിന്നെ ഇവിടേക്ക് Cl വന്നു. അപ്പോൾ എന്താവും CH2Cl. പകരം എന്ത് വന്ന് പറ ഇവിടുത്തെ ദ്വിബന്ധനം പൊട്ടൂലേ. ഇങ്ങോട്ടൊരാൾ വന്ന് ഇവിടുത്തെ ദ്വിബന്ധനം പൊട്ടിയ സിംഗിൾ ബോണ്ടായി. അപ്പോൾ ഇതെന്താ CH3 CH2Cl. ഇതിൻ്റെ പേരെന്താ പറ 2 കാർബൺ. അപ്പോൾ ഈഥേൻ അതിനകത്തൊരു ക്ലോറിന് വന്നു. അപ്പോൾ എന്താ പേര് ക്ലോറോ ഈഥേൻ. അപ്പോൾ ശരിയല്ലേ പറ ക്ലോറോ ഈഥേൻ കിട്ടി. എപ്പോൾ
നമ്മൾ ഈഥീനിലോട്ട് എന്താ ആഡ് ചെയ്തപ്പോൾ HCl ആഡ് ചെയ്തപ്പോൾ അപ്പോൾ ക്ലോറോ ഈഥീൻ കിട്ടുന്നുണ്ട് ശരിയാണ്. അപ്പോൾ ക്ലോറോ ഈഥീൻ കിട്ടാനുള്ള ഒരു വഴി എന്താ അപ്പോൾ നമ്മൾ പഠിച്ചു ഈഥീനിലോട്ട് HCl എന്ത് ചെയ്താൽ മതി അഡീഷൻ നടത്തിയാൽ മതി. അതേ കാര്യം തന്നെ അടുത്ത പറഞ്ഞത് ക്ലോറോ ഈഥേൻ കിട്ടും. എല്ലാവർക്കും ക്ലോറോ ഈഥേൻ തന്നെ മതി. അപ്പോൾ ക്ലോറോ ഈഥേൻ കിട്ടും എപ്പോൾ ബൈ ദ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ഈഥെയിൻ വിത്ത് Cl2. അങ്ങനെ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഈഥെയിനിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ക്ലോറിൻ. ആരെ ഈഥെയിൻ CH3 ഇതാണ് ഈഥെയിൻ അല്ലേ. ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ആരെ Cl2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക ഒരു ക്ലോറിൻ ഇപ്പുറത്തേക്കും ഒരു ക്ലോറിൻ ഇപ്പുറത്തേക്കും ഒക്കെ വരുമോ ഇല്ല. ഒരു ക്ലോറിൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ വരുള്ളൂ ആർക്ക് പകരം ഒരു ഹൈഡ്രജന് പകരം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇങ്ങോട്ട് ക്ലോറിൻ വന്നു അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ എന്താ കിട്ടുക പ്രോഡക്റ്റ് ഞാൻ അവിടെ താഴെ എഴുതാം കേട്ടോ. പറ ആദ്യത്തിന് മാറ്റമൊന്നുമില്ല എന്താണ് CH3. രണ്ടാമത്തത് എന്താ അവിടുന്ന് ഒരു എച്ച് പോയില്ലേ അപ്പോൾ അവിടെ എന്തായിട്ടുണ്ടാവും CH2 പകരം ഒരു Cl വന്നു. ഇതിൻ്റെ പേരെന്ത് തന്നെ നേരത്തെ കിട്ടിയ സാധനം തന്നെ 2 കാർബൺ അപ്പോൾ ഈഥേൻ അതിലൊരു ക്ലോറിൻ അപ്പോൾ എന്താ ക്ലോറോ ഈഥേൻ. അപ്പം മക്കൾ ശ്രദ്ധിച്ചോ ക്ലോറോ ഈഥേൻ എങ്ങനെയൊക്കെ ഉണ്ടാക്കുക ഈഥീനിൽ HCl ഉപയോഗിച്ച് അഡീഷൻ വഴി ഉണ്ടാക്കുക. അതേപോലെ തന്നെ ഈഥെയിനിൽ ക്ലോറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ആദേശം ചെയ്തിട്ട് നമുക്ക് എന്ത് നിർമ്മിക്കുക ക്ലോറോ ഈഥേൻ. ഇതൊക്കെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇത് അത്രയും ചിന്തിച്ചാൽ മാത്രമേ ഇത് എഴുതി റിയാക്ഷനൊക്കെ എഴുതി നോക്കാൻ അറിഞ്ഞാൽ എന്ത് കിട്ടുള്ളൂ ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് 1 ശരിയാണ് 2 ശരിയാണ് 3 ശരിയാണ്. അടുത്ത് 5 to 8% എഥനോൾ ഈസ് കോൾഡ് വാഷ്. ശരിയാണോ അല്ല. ഈ 5 to 8% എവിടെ പഠിച്ചിരിക്കുന്നത് 5 to 8% എഥനോയിക് ആസിഡ് ഈസ് കോൾഡ് വിനെഗർ. വിനാഗിരിയാണ് എന്ത് 5 മുതൽ 8% വരെ ഗാഢതയുള്ള എഥനോയിക് ആസിഡിൻ്റെ പേര് വിനാഗിരി. അവിടെ പഠിച്ചത് വാഷ് എന്താണ് പറയുക 8 മുതൽ 10% വരെ ഗാഢത കോൺസെൻട്രേഷനുള്ള എഥനോളിന് വിളിക്കുന്ന പേരാണ് എന്ത് വാഷ്. ആദ്യം കിട്ടുന്ന വാഷ്. അപ്പോൾ ഈ വാഷ് എഥനോൾ ഉണ്ടാക്കാനുള്ള പ്രവർത്തനം ഏതായിരുന്നു ഫെർമെൻറ്റേഷൻ. ഈസ്റ്റ് ഉപയോഗിച്ചുള്ള ഫെർമെൻറ്റേഷൻ. നമ്മളതിനെ ശുദ്ധീകരിക്കണം കോൺസെൻട്രേറ്റ് ചെയ്യണ്ടേ പ്യൂരിഫൈ ചെയ്യണം. അതിൻ്റെ മെത്തേഡ് ഏതാ അംശിക സ്വേദനം ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. മാറരുത് രണ്ട് മെത്തേഡ്. ഉണ്ടാക്കുന്നത് ഫെർമെൻറ്റേഷൻ ശുദ്ധീകരിക്കുന്ന ഏതാണ് അംശിക സ്വേദനം ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അപ്പോൾ ഇതെന്തായി മാറും 95.6 ആവും. അതിൻ്റെ പേരെന്താ റെക്ടിഫൈഡ് സ്പിരിറ്റ്. പിന്നെ 100% ആവും. അതിൻ്റെ പേരെന്താ അബ്സല്യൂട്ട് ആൽക്കോൾ. പിന്നെ അതിൽ പെട്രോൾ ചേർക്കും. അതിൻ്റെ പേരെന്താണ് പവർ ആൽക്കോൾ. 20% എഥനോളും 80% പെട്രോൾ. അതിൽ 80% പെട്രോൾ ആണെന്ന് ഓർമ്മ ഉണ്ടാവണം മാറിപ്പോവരുത്. പിന്നെ അത് കള്ള് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിൽ വിഷവസ്തുക്കൾ ചേർക്കും. അപ്പോൾ നമ്മൾ എന്ത് വിളിക്കും ഡീനേച്ചേർഡ് സ്പിരിറ്റ്. അതിൻ്റെ എക്സാമ്പിൾ മെഥനോള ചേർക്കണമെങ്കിൽ മെഥിലേറ്റഡ് സ്പിരിറ്റ്. ആൻഡ് സെക്കൻഡ് ലാസ്റ്റ് സെൻറ്റൻസ് നോക്കിക്കോ. അപ്പോൾ ഈ ഓപ്ഷൻ എന്താ തെറ്റാണ് അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഷജാസ് സർ ലാസ്റ്റ് 2 ഓപ്ഷൻസ് മിതോക്സി പ്രൊപ്പൈൻ ആൻഡ് ബ്യൂട്ടനോൾ ആറിൻ്റെ കഴിഞ്ഞിട്ട് വേണം പാവത്തിന് കയറാൻ കേട്ടോ. ഞാനാണെങ്കിൽ അർമാദിക്കുക 45 മിനിറ്റ് ഞാൻ നിർത്തും. മിതോക്സി പ്രൊപ്പൈൻ ആൻഡ് ബ്യൂട്ടനോൾ ആർ ഫങ്ഷണൽ ഐസോമേഴ്സ്. അപ്പോൾ ആരൊക്കെയാണ് ഫങ്ഷണൽ ഐസോമേഴ്സ് എന്ന് പഠിച്ചാൽ മതി. ഫങ്ഷണൽ ഐസോമേഴ്സ് ആരൊക്കെ ആൽക്കഹോൾ OH അതേപോലെ ഈതറും ഒരേ മോളിക്കുലർ ഫോമിൽ തന്മാത്രമാക്കിയുള്ള ആൽക്കഹോളും ഈതറും ഫങ്ഷണൽ ഐസോമേഴ്സാണ്. അതേപോലെ തന്നെ അടുത്ത ജോഡി ആരാ CHO. ആരാ CHO ആൽഡിഹൈഡും CO ആരാ കീറ്റോണും. അപ്പോൾ ഇവർ രണ്ടാളും ഫങ്ഷണൽ ജോഡി ഇവർ രണ്ടാളും ഫങ്ഷണൽ ജോഡി. ഇനി ഇവിടെ നോക്കിക്കോ മിതോക്സി പ്രൊപ്പൈൻ. അപ്പോൾ മിതോക്സി പ്രൊപ്പൈൻ പറയുമ്പോൾ ആരാ ഓക്സി ഗ്രൂപ്പ് ഈതറാണ്. അതേപോലെ ബ്യൂട്ടനോൾ പറയുമ്പോൾ ഓൾ ആരാ OH. അപ്പോൾ OHും Oയും ആണ്. അത് വെച്ചിട്ട് ഉറപ്പിക്കാൻ പാടില്ല അതിൻ്റെ മോളിക്കുലർ ഫോമിൽ സെയിം ആവണം. അപ്പോൾ ആദ്യം നമ്മളത് എന്ത് ചെയ്യണം ഒന്ന് വരച്ച് നോക്കണം അല്ലേ. നമുക്ക് വരച്ച് നോക്കാം. മിതോക്സി പ്രൊപ്പൈൻ വരക്കുക. എങ്ങനെ മിതോക്സി പ്രൊപ്പൈൻ വരക്കുക ആദ്യം നമ്മളെ ഫങ്ഷണൽ ഗ്രൂപ്പിനെ ഓനെ കൊടുത്തിട്ടുണ്ട്. ഈ O കുട്ടൻ്റെ അപ്പുറത്ത് മീതും ഓരോരുത്ത സൈഡിൽ ആരാ പ്രൊപ്പും. അപ്പോൾ ഓരോരുത്ത് മീത് CH3 ഓരോരുത്ത് 3 CH2 ഇതാണ് മിതോക്സി പ്രൊപ്പൈൻ. ഇതിൻ്റെ ഫോർമുല എൻ്റെ മക്കൾ പറയാം. ഇതിൻ്റെ ഫോർമുല എന്താ വരിക 1 2 3 4 കാർബൺ C4 3 2 5 5 2 7 3 10 ഹൈഡ്രജൻ O C4H10O. ഇനി ഇതേ ഫോർമുല തന്നെ കിട്ടണം ആർക്ക് ബ്യൂട്ടനോൾ. അപ്പോൾ ബ്യൂട്ടനോൾ വരക്കുക. എങ്ങനെ ബ്യൂട്ടനോൾ വരക്കുക 4 കാർബൺ വേണ്ടേ നോക്കിക്കോ 1 2 3 4 ബ്യൂട്ടനോൾ. സ്ഥാനമൊന്നും പറയാത്തതുകൊണ്ട് മനസ്സിലാക്കുക OH എവിടെയായിരിക്കും ഒന്നാമത്തിലായിരിക്കും. ഒന്നായതുകൊണ്ട് ആ സ്ഥാനം പറയാത്തത്. അപ്പോൾ ഞാൻ ഇവിടെ എന്ത് കൊടുത്തു OH കൊടുത്തു. ബാക്കി CH3 CH2 OH. പറ എത്ര കാർബൺ ഉണ്ട് പറ 1 2 3 4 കാർബൺ C4 അല്ലേ. ഹൈഡ്രജനോ 3 2 5 2 7 2 9 ഇവിടെ ഒന്നുമില്ലേ അത് കൂട്ടണം. അപ്പോൾ അവളെ 10 ആവുള്ളൂ. C4H10 പിന്നെ ഇവിടെ ഓയും O. അപ്പോൾ കണ്ടോ മിതോക്സി പ്രൊപ്പൈനും ബ്യൂട്ടനോളും ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ് മക്കളെ. അത് വരച്ച് നോക്കിയാലേ കിട്ടുള്ളൂ. അപ്പോൾ 5ാമത്തെ സെൻറ്റൻസും എന്താണ് ശരിയാണ്. ഇനി 6 ദ എൻസൈം സൈമേഴ്സ് കൺവേർട്ട് സൂക്രോസ് ഇൻ ടു ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. അപ്പോൾ നമ്മൾ പഠിച്ചു ഈസ്റ്റിനകത്ത് 2 എൻസൈം ഉണ്ട് ആരൊക്കെ ഇൻവെർട്ടേസും സൈമേസും. ഇൻവെർട്ടേസ് എന്ത് ചെയ്യും
സൂക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കും. സൈമേസ് എന്താ ചെയ്യുക, ആ കിട്ടിയ ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും എന്താക്കി മാറ്റും, നമ്മുടെ എഥനോളും കാർബൺ ഡൈ ഓക്സൈഡും ആക്കി മാറ്റും. അപ്പോൾ തിരിച്ചല്ലേ പറഞ്ഞേ, സൈമേസ് സൂക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കുന്ന പറഞ്ഞാൽ അത് ശരിയല്ല. ഇവിടെ ശരിയാവണമെങ്കിൽ ഇവിടെ ആരാവണം, ഇൻവെർട്ടേസ് ആവണം. ഇൻവെർട്ടേസ് ആണ് സൂക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കണം. അപ്പോൾ 6 തെറ്റ്. അപ്പോൾ 4 തെറ്റാണ്, 6 തെറ്റാണ്. ഇനി ഓപ്ഷൻസിൽ വീണ്ടും ട്വിസ്റ്റ്. കറക്റ്റാണ്, ഇത് ഇൻകറക്റ്റാണ്, ഇൻകറക്റ്റാണ്, കറക്റ്റാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഓപ്ഷൻ എങ്ങനെ നോക്കുക നോക്കിക്കോ. നമുക്ക് ഇപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കുക 1, 2, 3, 5 കറക്റ്റാണ്. അപ്പോൾ ഒന്നെങ്കിൽ 1, 2, 3, 5 കറക്റ്റ് എന്നുള്ളത് വേണം, അല്ലെങ്കിലോ 4, 6 ഇൻകറക്റ്റാണ്. ഇതിലേതുള്ളത് നോക്കിക്കോ. 1, 2, 3, 6 കറക്റ്റ്, 1, 2, 3 മാത്രമല്ല 5 എന്താണ് കറക്റ്റ്. അപ്പോൾ അതല്ല. 2, 3, 4, 6 കറക്റ്റ്, 2, 3 ശരിയാണ് പക്ഷെ 4 തെറ്റാണ്. അപ്പോൾ അതല്ല, സോറി, 2, 3, 4, 6 ഇൻകറക്റ്റ്. നിങ്ങൾ കാണണം. അപ്പോൾ 4 ഇൻകറക്റ്റാണ് പക്ഷെ 2, 3 ഇൻകറക്റ്റ് അല്ല. ഇനി 2, 4, 5, 6 ഇൻകറക്റ്റ്. 2, 4, 5, 6 ഇൻകറക്റ്റ്. അത് ശരിയാണോ? അല്ല, 2, 6 4, 6 മാത്രമേ ഇൻകറക്റ്റ് ഉള്ളൂ. അടുത്ത് നോക്കിക്കോ. അടുത്താണ് നമ്മളെ മുതല്. നോക്കിക്കോ, മുതലെന്താ? 1, 2, 3, 5, 6 കറക്റ്റ് ശരിയല്ലേ? 1 ശരിയാണ്, 2 ശരിയാണ്, 3 ശരിയാണ്, 5 ശരിയാണ്. പക്ഷേ 4, 6 തെറ്റാണ്. അപ്പോൾ നമ്മളെ കറക്റ്റ് ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി. ഇതോടുകൂടി കെമിസ്ട്രിയുടെ താണ്ഡവം അവസാനിച്ചിരിക്കുന്നു. ഇനി പരീക്ഷയ്ക്ക് പഠിച്ചോനെ ഇതിനേക്കാളും ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാതിരിക്കട്ടെ. അപ്പോൾ താങ്ക് യു ആൻഡ് സി യു. അടുത്തത് ഫിസിക്സ് ആണ്. നമ്മുടെ കുട്ടു ഷജാസ്ക വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോറി, ഫിസിക്സ് അല്ല, ബയോളജി എടുക്കാൻ. പിന്നെ നമ്മുടെ യാസിക്ക വെയിറ്റ് ചെയ്യുന്നുണ്ട് ഫിസിക്സ് എടുക്കാൻ. ഓക്കെ, അപ്പോൾ താങ്ക് യുടാ. ഓക്കെ.